പിന്നെന്താ ചെയ്യാലോ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന മൂവി 2017 ഒരു സർവൈവൽ ത്രില്ലർ മൂവിയായിട്ട് പുറത്തിറങ്ങിയ എക്സ്റ്റോർഷൻ എന്ന് പറഞ്ഞൊരു മൂവിയാണ് നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ സ്റ്റോറിയിലേക്ക് പോവാം. ഈ ഒരു മൂവിയുടെ തുടക്കത്തില് നമ്മുടെ ഹീറോയും ഫാമിലിയും ഇപ്പോൾ ഒരു വെക്കേഷന് വേണ്ടിയിട്ട് മറ്റൊരു രാജ്യത്തേക്ക് പോകാനായിട്ട് നിൽക്കുകയാണ്. അതുമല്ല ഹീറോ ആണെങ്കിലോ ഫ്ലൈറ്റ് ടിക്കറ്റ് എല്ലാം എടുത്ത് നോക്കുമ്പോൾ ടിക്കറ്റ് എല്ലാം റെഡി ആയിട്ടിട്ട് അതേപോലെ തന്നെ പാസ്പോർട്ട് എല്ലാം എടുത്ത് ഇങ്ങനെ വിൽക്കുന്നു. അപ്പോൾ ഹീറോയ്ക്കുള്ളത് ഒരു ഭാര്യ, അതേപോലെ തന്നെ അവന്റെ മകൻ. ഇതാണ് ഹീറോയുടെ കുടുംബം. അതുമല്ല ഹീറോയുടെ മകനാണെങ്കിൽ ഈ ഒരു ബോട്ടുകളെല്ലാം ഒരുപാട് ഇഷ്ടമുണ്ട്. അതുകൊണ്ട് തന്നെ അതുപോലെ ഒരു കളിപ്പാട്ടം അവർ വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം വെച്ചിട്ട് ഇവർ പാക്ക് ചെയ്ത ബാഗുമായിട്ട് നേരെ വെളിയിലേക്ക് കാറിനടുത്തേക്ക് ഇറങ്ങി വരുമ്പോൾ അവന്റെ മകൻ പറയുന്നുണ്ട്, അച്ഛാ നമുക്ക് അവിടെ ചെന്നിട്ട് ജെറ്റ് സ്കൈ ഓടിക്കണം എന്ന് പറയുമ്പോൾ, ഏയ് അതെവിടുന്നാ നീ പഠിച്ചേ? ഇല്ല, എന്റെ ഫ്രണ്ട് ഇതുപോലൊരു സ്ഥലത്ത് പോയപ്പോൾ ജെറ്റ് സ്കൈ അവൻ ഓടിച്ചെന്ന് പറഞ്ഞു, എനിക്കും അതുപോലെ ചെയ്യണമെന്ന് പറയുമ്പോൾ ഈ ചെറിയ കുട്ടികൾ എങ്ങനെയാണ് ഇതെല്ലാം ചെയ്തതെന്ന് ഹീറോയ്ക്ക് മനസ്സിലാവുന്നില്ല. അപ്പോഴേലും ഹീറോ പറയും, ശരി നമുക്കത് അവിടെ ചെന്നിട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോകാനായിട്ട് നിൽക്കുമ്പോഴത്തേക്കാണ് അടുത്ത വീട്ടിലെ ഒരു അപ്പൂപ്പൻ അടുത്തേക്ക് വന്നിട്ട്, അല്ല നിന്റെ ഭാര്യ നിങ്ങളുടെ വീട്ടിലെ പുല്ല് വെട്ടുന്ന മെഷീൻ അത് കേടായെന്ന് പറഞ്ഞു, അത് ശരിയാക്കുന്നത് എങ്ങനെയാണെന്ന് എനിക്കറിയാം, ഞാൻ പറഞ്ഞുതരാന്ന് പറയുമ്പോൾ ഹീറോ പറയും, ഇപ്പൊ എന്തായാലും സമയമില്ല, ഞങ്ങളിപ്പോ ഒരു ട്രിപ്പ് പോകാൻ പോവാണ് എന്ന് പറയുമ്പോൾ അവരപ്പൂവൻ പറയും, നീ ഒരു ഡോക്ടറായിട്ട് മറ്റുള്ളവരുടെ മനസ്സ്, അവരുടെ ശരീരം ഇതെല്ലാം ശരിയാക്കാൻ കഴിയും, പക്ഷേ നിന്റെ വീട്ടിലെ മെഷീൻ ശരിയാക്കാൻ കഴിയത്തില്ല. അത് കഴിഞ്ഞ് കാണിക്കുമ്പോൾ ഇവരായാലും ആ ഒരു വിമാനം പിടിച്ചിട്ട് ഈ ഒരു രാജ്യത്തേക്ക് ചെല്ലാണ്. അതാണെങ്കിൽ ഒരു കരീബിയൻ നാടാണ്, ഒരുപാട് ദ്വീപുകളുള്ള ഒരു കടൽ പ്രദേശം. അങ്ങനെ ഒരു വിമാനത്തിൽ പോകുമ്പോൾ തന്നെ കടലിൽ ചെറിയ ചെറിയ ദ്വീപുകൾ കാണുമ്പോൾ ഹീറോയുടെ മകനായാലും ചോദിക്കുന്നുണ്ട്, അച്ഛാ ഈ ഒരു ദ്വീപിലെല്ലാം ട്രഷർ ഉണ്ടാവത്തില്ലേ എന്നെല്ലാം ചോദിക്കുമ്പോൾ ഹീറോ പറയും, അങ്ങനെ പറയുന്നുണ്ട്, കാരണം ഈ ഒരു കടൽ കൊള്ളക്കാരി കൊള്ളയടിച്ചതിന് ശേഷം ആ ഒരു കാര്യങ്ങളെല്ലാം കൊണ്ടുവയ്ക്കുന്നത് ഇതുപോലെയുള്ള ചെറിയ ദ്വീപുകളിലാണ്. അതുപോലെയുള്ള ദ്വീപുകളെല്ലാം നമ്മൾ ട്രഷർ ഐലൻഡ് എന്നാണ് വിളിക്കുന്നത് എന്നെല്ലാം പറയുമ്പോൾ അവന്റെ മകൻ ചോദിക്കും, അപ്പോൾ അതുപോലെ ഒരു ദ്വീപ് നമ്മൾ കണ്ടു കഴിഞ്ഞാല് നമുക്ക് എന്തായാലും അവിടെ പോകണമെന്ന് പറയുമ്പോൾ അതൊക്കെ പോവാന്നും പറഞ്ഞിട്ട് അവസാനം അവർ ആ ഒരു നാട്ടിലേക്ക് ചെന്നിറങ്ങുന്നു. അത് കഴിഞ്ഞിട്ട് നേരെ പോകുന്നത് ഇവര് ബുക്ക് ചെയ്ത ആ ഒരു ഹോട്ടലിലേക്കാണ്. അവിടെ ചെന്നിട്ട് ആ ഒരു ഹോട്ടലിന്റെ മുകളിലേക്ക് കയറി നിന്ന് ആ ഒരു കടലും ദ്വീപെല്ലാം കാണുമ്പോൾ തന്നെ അത്രയും മനോഹരമായിട്ടുണ്ട്. അങ്ങനെ ആ ഒരു ഹോട്ടലിൽ ഇവർ ചെക്ക് ഇൻ ചെയ്ത് അത് കഴിഞ്ഞിട്ട് നേരെ റൂമിലേക്ക് പോകുന്നു. അന്നത്തെ ആ ഒരു ദിവസം അവിടെ കഴിഞ്ഞ് അടുത്ത ദിവസം തന്നെ നമ്മുടെ ഹീറോ നേരെ ആ ഒരു ജെറ്റ് സ്കൈ ഉണ്ടല്ലോ അത് ഓടിക്കുന്ന ആ ഒരു സ്ഥലത്തേക്ക് ചെന്നിട്ട് വാടകയ്ക്ക് കിട്ടോ ഇല്ലെന്ന് എന്നെ ചോദിക്കുമ്പോൾ, ഇന്നത്തെ എല്ലാ ആളുകളും ബുക്ക് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് നാളത്തേക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോഴേ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നാളെ വന്നിട്ട് നിങ്ങൾക്ക് അത് ഓടിക്കാം എന്ന് പറയുമ്പോൾ ഹീറോ ആയാലും കുറച്ച് പണം കൊടുത്തിട്ട് ഒരു ചെറിയ ബോട്ട് വാങ്ങിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അവൻ പറയും, ഇല്ലില്ല ഇപ്പൊ എന്തായാലും ഞങ്ങളുടെ കയ്യിലില്ല, നിങ്ങൾക്ക് ഇനി കടലിലേക്ക് പോകണമെന്നാണെങ്കിൽ ഇവിടുത്തെ നാട്ടുകാരുടെ കയ്യിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ബോട്ട് കിട്ടും, അവരെന്തായാലും തരാതിരിക്കത്തില്ല എന്നിങ്ങനെ പറയുമ്പോൾ ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഹീറോ നേരെ അവിടെയുള്ള നാട്ടുകാരുണ്ടല്ലോ അവരുടെ അടുത്തേക്ക് ചെന്നിട്ട് ഈ ഒരു ബോട്ടിന്റെ കാര്യം ചോദിക്കുമ്പോൾ പലരും പല റേറ്റാണ് പറയുന്നത്. ഓക്കെ എന്തായാലും $250, $200 ഇങ്ങനെയെല്ലാം പറയുമ്പോൾ ഹീറോ $200 ഒരു ബോട്ട് ഇങ്ങനെ വാങ്ങിക്കും. അത് 3 മണിക്കൂറത്തേക്കാണ് ഈ ഒരു $200. അപ്പോൾ ഹീറോ ആയാലും അവന്റെ ID കാർഡെല്ലാം ഇങ്ങനെ എടുത്ത് കാണിക്കുമ്പോൾ അയാൾ പണം മാത്രം വാങ്ങിയിട്ട്, ID ഒന്നും വേണ്ട, ഈ ഒരു ബോട്ട് ഇനിയിപ്പോൾ നിങ്ങൾ അടിച്ചോണ്ട് പോയാലും ഒരു കുഴപ്പമില്ല, എനിക്ക് ഇൻഷുറൻസ് ഉണ്ട്, അതുകൊണ്ട് നിങ്ങൾ പോയിട്ട് കറക്റ്റ് ആയിട്ടുള്ള സമയത്ത് തിരിച്ചു വന്നാൽ മാത്രം മതി എന്നും പറഞ്ഞ ആ ഒരു ബോട്ട് നമ്മുടെ ഹീറോയിൽ കൊടുക്കുമ്പോൾ ഹീറോ ആയാലും ആ ഒരു ബോട്ടും കൊണ്ട് അവിടെ നിന്ന് പോവാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് തന്റെ ഭാര്യനെയും മകനെയും ആ ഒരു ബോട്ടിൽ കയറ്റി ഇവരായാലും ഇപ്പോൾ കടലിനുള്ളിലേക്ക് പോവാണ്. അങ്ങനെ പോകുമ്പോഴത്തേക്കും മറുവശത്തോടെ ഒരുപാട് ബോട്ട് പോകുന്നുണ്ട്. അവർക്കെല്ലാവർക്കും കൈയെല്ലാം കാണിച്ചിട്ട് ഇവർ പോകുന്ന സമയത്താണ് ഒരു മഞ്ഞ കളർ ബോട്ട് അതിവേഗത്തിൽ ഇങ്ങനെ പോകുന്നു. ഇത് കാണുമ്പോൾ ഹീറോയ്ക്കായാലും ഇത്തിരി ആവേശം കൂടിയിട്ട് ഓക്കെ അത്രയും വേഗതയിൽ തന്നെ പോവാന്ന് പറഞ്ഞ് ഹീറോ അവന്റെ ബോട്ടും നല്ല വേഗതയിൽ ഇങ്ങനെ കൊണ്ടുപോവാണ്. ഇതാണെങ്കിൽ അവന്റെ മകന് നല്ലതുപോലെ ഇഷ്ടപ്പെടുന്നുണ്ട്. അങ്ങനെ ഇവരായാലും ബോട്ട് ഓടിച്ച് കുറേ ദൂരം ചെല്ലുമ്പോൾ ഹീറോയുടെ ഭാര്യ പറയും, അല്ല നമുക്കിനിയിപ്പോ അധികം ഉള്ളിലേക്ക് പോകണോ, കാരണം തിരിച്ചു പോകാനായിട്ട് ഇനിയിപ്പോൾ വഴി നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അത് വലിയ പണിയാവും, അതുകൊണ്ട് നമുക്ക് തിരിച്ചു പോകാന്ന് പറയുമ്പോൾ ഇപ്പോൾ ഹീറോ ആയാലും ചിന്തിക്കും, അവൾ പറഞ്ഞത് ശരി തന്നെയാണ്, ഒരുപക്ഷെ ഇവർക്ക് തിരിച്ചു പോകാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അത് പെട്ടുപോകും. അങ്ങനെ ഹീറോ ആയാലും ബോട്ട് തിരിച്ച് ഇവർ തിരിച്ചു വരുന്ന സമയത്താണ് കുറച്ച് ദൂരെയായിട്ട് ഒരു ഐലൻഡ് ഇങ്ങനെ കാണുന്നു. ഇത് കാണുമ്പോൾ ഹീറോയുടെ മകൻ പറയും, അച്ഛൻ നമുക്ക് ആ ഒരു ഐലൻഡിലേക്ക് പോയാലോ, ഇത്ര അടുത്തല്ലേ, കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ ഹീറോ ആണെങ്കിലോ ഇനിയിപ്പോ എന്തായാലും ഇതുപോലൊരു ഐലൻഡിലേക്ക് ഇവർക്ക് പോകാനൊന്നും കഴിയത്തില്ല, ഇതല്ലാതെ ഇവർക്ക് വേറൊരു ചാൻസ് കിട്ടത്തില്ല, എന്തായാലും പോയിട്ട് വരാം. അയാൾ പറഞ്ഞ 3 മണിക്കൂർ ഇതുവരെ ആയിട്ടില്ല, അതുകൊണ്ട് സമയമുണ്ടെന്ന് പറഞ്ഞിട്ട് ഹീറോ ആ ഒരു ബോട്ട് എടുത്ത് അവന്റെ മകൻ പറഞ്ഞ ആ ഒരു ഐലൻഡിലേക്ക് ചെല്ലും. അങ്ങനെ ഇവരെല്ലാവരും ആ ഒരു ദ്വീപിലെത്തിയതിനു ശേഷം ഹീറോയുടെ ഭാര്യ പറയും, ശരി ഞാൻ എന്തായാലും കുറച്ചു നേരം ഇവിടെ നിന്ന് റെസ്റ്റ് എടുക്കാം, നിങ്ങൾ എന്തായാലും ഈ ഒരു ദ്വീപ് കണ്ടിട്ട് വാ എന്നും പറഞ്ഞിട്ട് അവൾ അവിടെ ഇങ്ങനെ കിടക്കാണ്. അപ്പോൾ നമ്മുടെ ഹീറോയും അവന്റെ മകനും ഈ ഒരു ദ്വീപ് ചുറ്റിക്കാനായിട്ട് പോവാണ്. അപ്പൊ അത്രയും മനോഹരമായിട്ടുള്ള സ്ഥലം തന്നെയാണ്, അവർ നല്ലതുപോലെ തന്നെ അത് ചുറ്റി കാണുന്നുണ്ട്. അതുമല്ല ഹീറോ പറയുന്നുണ്ട് തമാശയ്ക്ക്, ഇവിടെ എന്തെങ്കിലും നിധിയുണ്ടോ എന്ന് നമുക്കൊന്ന് അന്വേഷിച്ച് നോക്കിയാലോ എന്നും പറഞ്ഞിട്ട് ഇവരിങ്ങനെ കറങ്ങി നടക്കുമ്പോൾ ആ ഒരു പയ്യനാണെങ്കിൽ ഒരു ശംഖ് കിട്ടുന്നുണ്ട്. അതും എടുത്ത് നേരെ ഹീറോയിന്റെ അടുത്തേക്ക് കൊണ്ടുവന്നിട്ട് അവൾക്ക് എന്നെ കാണിച്ചു കൊടുക്കാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഓക്കെ നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് പോയാലോ എന്നും പറഞ്ഞ് നേരെ ബോട്ടിലേക്ക് കയറി ഈ എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കാണ് അത് സ്റ്റാർട്ട് ആവുന്നില്ല. അപ്പോൾ രണ്ടാമത് വലിച്ചു നോക്കുമ്പോൾ സ്റ്റാർട്ട് ആവുന്നില്ല. ഓക്കെ അവസാനം സീരിയസ് ആയിട്ട് വലിച്ചു നോക്കുമ്പോൾ
അപ്പോഴും എഞ്ചിൻ സ്റ്റാർട്ട് ആവുന്നില്ല. ഇനി ഫ്യൂവൽ തീർന്നതുകൊണ്ടായിരിക്കോ എന്ന് നോക്കുമ്പോൾ ഫ്യൂവലൊക്കെ ഉണ്ട്. എന്തായിരിക്കും പ്രശ്നം എന്ന് ഹീറോയ്ക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെ ഹീറോ ആണെങ്കിലോ ആ ഒരു എഞ്ചിൻ എന്തെങ്കിലും പ്രശ്നമുണ്ടോന്ന് അറിയാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ അതും വലിയ രീതിയിൽ അവൻ അറിയത്തില്ല. കാരണം ഈ ഒരു മെക്കാനിക് ജോലിയൊന്നും ഹീറോയ്ക്ക് അറിയത്തില്ല. അങ്ങനെ കുറെ നേരം ഇവിടെ വെയിറ്റ് ചെയ്തിട്ട് ഇപ്പോ രാത്രിയാവുന്നു. അപ്പോൾ ഹീറോ പറയും ഏതെങ്കിലും ഒരു ബോട്ട് വരുമായിരിക്കും, അത് വരുന്നത് വരെ നമുക്ക് ഇവിടെ വെയിറ്റ് ചെയ്ത് നോക്കാന്ന് പറയുമ്പോൾ ഹീറോയും പറയുന്നുണ്ട്, അല്ല നമ്മൾ ബോട്ട് കൊണ്ടുവന്നിട്ട് ഒരുപാട് നേരം ആയില്ലേ, ഒരു പക്ഷെ ഒരു ബോട്ട് അന്വേഷിച്ച് വന്നാലോ എന്ന് ചോദിക്കുമ്പോൾ ഹീറോ പറയും, ഹേയ് അതിനൊരു ചാൻസും ഇല്ല. ഞാൻ ഈ ഒരു ബോട്ട് വാങ്ങുമ്പോൾ തന്നെ അവർ പറഞ്ഞിരുന്നു ഈ ഒരു ബോട്ട് നിങ്ങൾ കൊണ്ടുപോയാലും അവർക്കൊരു കുഴപ്പമില്ലാന്ന്. ഒരുപക്ഷെ ചിലപ്പോൾ പോലീസിനോട് പറയാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയെങ്കിൽ ആരെങ്കിലും ഇവിടെ വന്നാൽ മതിയായിരുന്നു. അതുമല്ല ഹീറോയുടെ കയ്യിൽ നിന്ന് അവർ ഐഡിയും വാങ്ങിയിട്ടില്ല. അതുകൊണ്ട് എന്തായാലും ഹീറോ അന്വേഷിച്ച് ആരും ഇവിടേക്ക് വരാൻ പോകുന്നില്ല എന്ന് ഇവർക്ക് മനസ്സിലായി. അങ്ങനെ അന്നത്തെ രാത്രി അവർ അവിടെ കിടന്ന് ഉറങ്ങിയിട്ട് ഇപ്പൊ അടുത്ത ദിവസം ആകുമ്പോഴത്തേക്കും ഹീറോ വന്നിട്ട് ആ ഒരു ബോട്ട് ചെക്ക് ചെയ്യുന്നുണ്ട്. ഹീറോയും വന്ന് ചോദിക്കുമ്പോൾ ഫ്യൂവലിനും ഒരു കുഴപ്പമില്ല, എഞ്ചിനും കുഴപ്പമില്ല, ഒരുപക്ഷെ ബാറ്ററി എല്ലാം തീർന്നതായിരിക്കും. അതുകൊണ്ട് ഇനി നമുക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ബോട്ട് ഇവിടെ വരുന്നത് വരെ നമുക്ക് ഇവിടെ വെയിറ്റ് ചെയ്തേ പറ്റൂ. കൂടാതെ നമ്മുടെ ഹീറോ ഈ ഒരു ദ്വീപ് മുഴുവനായിട്ട് ചുറ്റി നോക്കിയിരുന്നു. കുടിക്കാനായിട്ട് പ്രത്യേകം വെള്ളമില്ല, കഴിക്കാനായിട്ട് അങ്ങനെ ഫലങ്ങളോ ഒന്നുമില്ലാത്തൊരു ദ്വീപ്. എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് നിൽക്കുമ്പോഴത്തേക്കാണ് അവരുടെ മകൻ അവിടേക്ക് വന്നിട്ട്, അമ്മ എനിക്ക് നല്ലപോലെ തലവേദന എടുക്കുന്നുണ്ട്, കുടിക്കത്തിരി വെള്ളം തരുമെന്ന് ചോദിക്കുമ്പോൾ ഇപ്പോൾ വെള്ളം ഇല്ലാത്ത ഈ ഒരു അവസ്ഥയിൽ ഇവർ എന്ത് ചെയ്യാനാണ്? ഹീറോ ആയാലും നേരെ അവന്റെ മകന്റെ അടുത്തേക്ക് വന്നിട്ട് ഈ ഒരു ദ്വീപിലെ കടൽ കൊള്ളക്കാരെ ഉണ്ടാവുന്ന സമയത്ത് അവർ വെള്ളവും ഭക്ഷണവും ഇല്ലാതെ ഒരാഴ്ചയാണ് പിടിച്ചു തന്നത്. അതുപോലെ തന്നെ നമുക്ക് ചെയ്യാം എന്നുള്ള രീതിയിൽ ചെറിയ പയ്യനല്ലേ, അവനെ എങ്ങനെയും പറഞ്ഞു നിർത്തിയേ പറ്റൂ, അല്ലാതെ ഇവർക്ക് വേറെ വഴിയില്ല. അതുകൊണ്ട് ആ ഒരു രീതിയിൽ അവന് മോട്ടിവേഷൻ കൊടുക്കാനെല്ലാം ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ സംസാരിച്ച് നിൽക്കുന്ന സമയത്താണ് കുറച്ച് ദൂരെയായിട്ട് ഒരു വലിയ ബോട്ട് കടലിലൂടെ പോകുന്നുണ്ട്. ഇത് കാണുമ്പോൾ ഹീറോ പെട്ടെന്ന് അവന്റെ മകനെ പിടിച്ച് കയ്യിലിരുത്തിയിട്ട് നല്ലതുപോലെ അലറി വിളിച്ച് ശബ്ദം ഉണ്ടാക്കില്ല നോക്കുന്നുണ്ട്. പക്ഷെ അവർ കാണുന്നില്ല. അതേസമയം ഹീറോയിനാണെങ്കിലോ ഒരു തെങ്ങിന്റെ ഓല എടുത്തിങ്ങനെ വീശുന്നുണ്ട്. എന്നിരുന്നാലും അവർ അത്രയും ദൂരം ആയതുകൊണ്ട് തന്നെ ഇവരിവിടെയുള്ള കാര്യം അവർ കാണുന്നില്ല. ആ ഒരു ബോട്ട് അവിടെ നിന്ന് അങ്ങ് പോവാണ്. അങ്ങനെ അതും പോയതിനു ശേഷം ഇവരെല്ലാവരും വിഷമിച്ച് നിൽക്കുമ്പോൾ ഹീറോ പറയും, നിങ്ങൾ രണ്ടുപേരും പേടിക്കേണ്ട, വേറൊരു ബോട്ട് എന്തായാലും ഈ ഒരു വഴിക്ക് വരും, അതുവരെ നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഇവരെ സമാധാനിപ്പിക്കുകയാണ്. ഇപ്പോഴാണ് നമ്മുടെ ഹീറോയിനും നല്ലതുപോലെ പേടിച്ചിട്ട്, അല്ല ഭക്ഷണവും വെള്ളവും ഇല്ലാതെ നമ്മൾ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ വെള്ളവും ഭക്ഷണവും ഇല്ലാതെ ഒരു 2 ദിവസം നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയും, പക്ഷെ അതിനുശേഷം എന്ത് സംഭവിക്കുമെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല എന്നും പറഞ്ഞിട്ട് ഇപ്പൊ കാണിക്കുമ്പോൾ ആ ഒരു ദിവസം രാത്രിയായി. അങ്ങനെ ഇവർ കിടക്കുമ്പോഴത്തേക്കാണ് ഇപ്പോൾ ഇവിടെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ സാധാരണ കാണുന്ന സിനിമകളിൽ ഈ വലിയവരായിരിക്കുമല്ലോ ഈ ഒരു ദ്വീപിലൊക്കെ പെടുന്നത്, ഇവരുടെ കൂടെ ഒരു ചെറിയ പയ്യനും കൂടിയുണ്ട്. അതാണ് ആകെ ടെൻഷൻ അടിക്കുന്ന ഒരു കാര്യം. അപ്പോൾ ഹീറോയിനായാലും ഹീറോയോട് പറയുന്നുണ്ട്, ഈ ഒരു അവസ്ഥയിൽ നമ്മളെ രക്ഷിക്കാനായിട്ട് ആരെങ്കിലും വരും, ഇതൊന്നും എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ ഹീറോ പറയും, എന്തൊക്കെ സംഭവിച്ചാലും നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒന്നും സംഭവിക്കാതെ ഞാൻ നിങ്ങളെ നോക്കും, അതെന്തായാലും നിനക്ക് ഉറപ്പ് വരികയാണെന്നുള്ള പറയുമ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്കാണ് ഹീറോയിന് കുറച്ചുകൂടി ആശ്വാസമാവുന്നത്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ അടുത്ത ദിവസം നമ്മുടെ ഹീറോ ആണ് നേരത്തെ എഴുന്നേറ്റിട്ട് ഹീറോയിനെ വിളിക്കും. വേറെ ഒന്നുമല്ല, ഇവരുടെ മകന്റെ ഹൃദയം നല്ലതുപോലെ ഇടിക്കുന്നില്ല. കാരണം ഈ ഒരു വെള്ളവും ആഹാരവും ഇല്ലാത്തത് കൊണ്ട് തന്നെ അത് നല്ലതുപോലെ വർക്കാവുന്നില്ല എന്ന് ഹീറോ പറയുന്നു. കാരണം അവൻ മയങ്ങിക്കിടക്കാണ്. അപ്പോഴായാലും ഹീറോയിൻ അവനെ അടിച്ചിട്ട് പറയുന്നുണ്ട്, പ്ലീസ് നമ്മുടെ മകനൊന്നും സംഭവിക്കരുത്, നീയാണ് അവനെ രക്ഷിക്കേണ്ടതെന്നെല്ലാം പറയുമ്പോൾ ഹീറോയ്ക്ക് ഇപ്പോൾ എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല. അപ്പോഴാണ് നമ്മുടെ ഹീറോ മറ്റൊരു കാര്യം പറയുന്നത്, ഓക്കെ നമ്മുടെ ബോട്ട് വർക്കായില്ലെങ്കിലും നമുക്ക് ഈ ഒരു ബോട്ട് എടുത്ത് അത് തുഴഞ്ഞെങ്കിലും ഇവിടെ നിന്ന് പോവാം, പോകുന്ന വഴിക്ക് ഏതെങ്കിലും ബോട്ടോ കപ്പലോ എന്തേലും കാണും എന്ന് പറയുമ്പോൾ ഹീറോയും പറയും, ഓക്കെ അങ്ങനെ ചെയ്യാന്ന് പറഞ്ഞിട്ട് ഇവർ ആ ഒരു തെങ്ങിന്റെ ഓലയെല്ലാം എടുത്ത് ബോട്ടിലേക്ക് വെച്ച് അതിനടിയിലായിട്ട് ഇവരുടെ മകൻ ഇങ്ങനെ കിടത്തുകയാണ്. എന്നിട്ട് ആ ഒരു ബോട്ട് ഒരു വലിയ തെങ്ങിന്റെ ആ ഒരു മടലുണ്ടല്ലോ അത് വെച്ചിട്ട് തുഴഞ്ഞിങ്ങനെ പോകുന്നു. അങ്ങനെ ഈ ഒരു ദ്വീപിന്റെ അടുത്ത് നിന്നും ഒരുപാട് ദൂരം തുഴയുന്നതും ഹീറോയിനും ഇപ്പോൾ അവന്റെ മകന്റെ അടുത്ത് കിടന്നിട്ട് നല്ലതുപോലെ തന്നെ ക്ഷീണിച്ചുപോയി. അവൾക്ക് ഇപ്പോൾ ബോധമില്ല. അപ്പോൾ രണ്ടുപേരും അവിടെ ബോധമില്ലാതെ കിടക്കുന്നു. ഹീറോ കുറേ നേരമായിട്ട് തുഴഞ്ഞ് അവനും വെള്ളമൊന്നും ഇല്ലാത്തത് കൊണ്ട് ആകെ ക്ഷീണിച്ച് അവന്റെയും ബോധം പോയിട്ട് ഇവർ 3 പേരും ആ ഒരു കടലില് ഈ ഒരു ബോട്ടിലായിട്ട് ഇങ്ങനെ കിടക്കാണ്. കുറച്ച് കഴിഞ്ഞ് കാണിക്കുമ്പോഴത്തേക്കാണ് ഈ ഒരു ബോട്ട് ഇപ്പോൾ അതിന്റെ പാട്ടിന് എങ്ങോട്ടോ നീങ്ങിപ്പോയിട്ട് അവസാനം വേറെ ഒരു ദ്വീപില് വന്ന് തട്ടിങ്ങനെ കിടക്കാണ്. അപ്പോഴേക്കാണ് ഹീറോയെ കാണിക്കുമ്പോൾ അവന് കുറച്ച് ബോധം വന്ന് കണ്ണു തുറന്ന് നോക്കുമ്പോഴത്തേക്കും വേറെ ഏതോ ഒരു ബോട്ട് ഇതിലെ പോകുന്ന ശബ്ദം കേട്ട് ഹീറോ പെട്ടെന്ന് എഴുന്നേറ്റ് നോക്കുമ്പോൾ അത് ഇവരുടെ അടുത്തായിട്ട് തന്നെയാണ് പോയിട്ടുള്ളത്. ഹീറോ പെട്ടെന്ന് ഹേയ് ഹേയ് എന്നെല്ലാം വിളിച്ചു നോക്കുന്നുണ്ട്, ശബ്ദമില്ല. അപ്പോഴേക്കും ആ ഒരു തെങ്ങിന്റെ ഓല എടുത്ത് ഇങ്ങനെ വീശുമ്പോഴത്തേക്കാണ് അതൊരു ഫിഷർമാന്റെ ബോട്ടാണ്. അതിലാണെങ്കിൽ 2 പേരുണ്ട്. അതിൽ ആ ഒരു ഫിഷർമാൻ ഹീറോയെ കാണുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അവരായാലും നേരെ ഹീറോയുടെ ബോട്ടിനടുത്തേക്ക് വന്നിട്ട് നമ്മുടെ ഹീറോയെ വിളിച്ച് എഴുന്നേൽപ്പിച്ച് അത് കഴിഞ്ഞ് ആ ഒരു ഫിഷർമാൻ ആണെങ്കിലോ തന്റെ ബോട്ടിൽ ജോലി ചെയ്യുന്ന വേറൊരുത്തനുണ്ട്. അവന്റെ പേര് ജോർജ് എന്നാണ്. അവനോട് ലൈഫ് ബോട്ട് ഉണ്ടല്ലോ അതും എടുത്തുകൊണ്ട് വരാൻ പറയും. ഇപ്പൊ അവനായാലും ആ ഒരു ലൈഫ് ബോട്ടുമായിട്ട് ഇവിടേക്ക് വരികയാണ്. അപ്പൊ ആ ഒരു ഫിഷർമാനോട് ഹീറോ ചോദിക്കുന്നുണ്ട് വെള്ളം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവൻ ഇത്തിരി വെള്ളം കൊടുക്കും. അപ്പോൾ ഹീറോ അത് കുടിച്ചിട്ട് അവന്റെ ഭാര്യയ്ക്കും മകനും കുറേശ്ശെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കും. ഇപ്പോൾ ഹീറോയ്ക്ക് മാത്രമേ ഈ ഒരു ബോധം വന്നിട്ടുള്ളൂ. അവർ രണ്ടുപേരും ഇപ്പോഴും മയങ്ങി കിടക്കാണ്. അങ്ങനെ ഹീറോയുടെ മകനെ ആ ജോർജ് എന്ന് പറഞ്ഞവനുണ്ടല്ലോ ലൈഫ് ജാക്കറ്റ് എല്ലാം എടുത്തിട്ടിട്ട് നേരെ ഒരു ലൈഫ് ബോട്ടുണ്ട് അവിടേക്ക് കൊണ്ടിങ്ങനെ കിടത്തും. അത് കഴിഞ്ഞിട്ട് ഹീറോയും
ആ ഒരു ഫിഷർമാനും ഇവര് രണ്ടുപേരും ഹീറോയിനെ ആ ഒരു ബോട്ടിൽ നിന്നും പൊക്കിയെടുത്ത് കരയിലേക്ക് കൊണ്ടുവരും. അങ്ങനെ കൊണ്ടുവരുമ്പോൾ തന്നെ ആ ഒരു ഫിഷർമാൻ പറയുന്നുണ്ട്, ഞാൻ ഈ ഒരു സഹായം നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് അതിന്റെ പ്രതിഫലമായിട്ട് എന്തെങ്കിലും തരണമെന്ന് പറയുമ്പോൾ ഹീറോ പറയും, ഓക്കെ അത് എന്ത് വേണമെങ്കിലും തരാമെന്നും പറഞ്ഞ് ഇപ്പൊ എന്റെ ഭാര്യയെ കരയിലേക്ക് കൊണ്ടാക്കിയാൽ മതി എന്ന് പറയുമ്പോൾ അവൻ പറയും, ഇല്ലില്ല ഡെയിലി ഇപ്പൊ തന്നെ സംസാരിക്കണം എന്ന് പറയുമ്പോൾ ഹീറോ മരിക്കാറായിട്ട് കിടക്കുന്ന സമയത്ത് തന്നെ ഇവൻ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അത് എങ്ങനെ ശരിയാവും? എന്നിരുന്നാലും വേറെ വഴിയില്ലല്ലോ. അങ്ങനെ അവനായാലും ഹീറോയിനെ താഴേക്ക് വെച്ചിട്ട് ഇപ്പോൾ ഹീറോ അവനോട് പറയും, നിനക്ക് ഞാൻ $10,000 തരാം എന്ന് പറയുമ്പോൾ അവനൊന്നും മിണ്ടാതെ ഇങ്ങനെ നോക്കാണ്. ഓക്കെ ഇവൻ കുറച്ച് കൂടുതലായിട്ടും പ്രതീക്ഷിക്കുന്നുണ്ടാവും എന്നും പറഞ്ഞിട്ട് ഹീറോ ഇപ്പൊ പറയും, നിനക്ക് ഞാൻ $40,000 തരാം എന്റെ ഫാമിലിയെ രക്ഷിക്കാൻ പറയുമ്പോൾ അവൻ അപ്പോഴാണ് തിരിച്ച് ചോദിക്കുന്നത്, നിന്റെ ഫാമിലിയുടെ മൊത്തം വർത്ത് എത്രയാണെന്ന്. കാരണം നീ ഒരു ഡോക്ടർ അല്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ വേറെ ഒന്നുമല്ല, ഈ ഒരു ബോട്ടിലേക്ക് ഇവൻ വരുന്ന സമയത്ത് തന്നെ ഹീറോയോട് ചോദിച്ചിരുന്നു ഹീറോ ആരാണെന്ന്. അപ്പോൾ ഹീറോ പറഞ്ഞിരുന്നു ഇതുപോലൊരു ഡോക്ടറാണെന്ന്. അപ്പോൾ ഹീറോ പറയും, ഹേയ് ഞാനൊരു സാധാരണ ഡോക്ടറാണ്, ചെറിയൊരു ക്ലിനിക്കിലാണ് വർക്ക് ചെയ്യുന്നത്, എനിക്ക് അത്രയും പണമൊന്നും ഉണ്ടാവത്തില്ല, ആകെ കൂടിപ്പോയാലും എനിക്കൊരു 40,000 അത്ര മാത്രമേ ഒപ്പിക്കാൻ കഴിയത്തുള്ളൂ. അത് തന്നെ അധികമാണെന്ന് പറയുമ്പോഴത്തേക്കും ഈ ഒരു ഫിഷർമാൻ ചോദിക്കും, എനിക്ക് $1 million വേണമെന്ന് പറയും. നിന്റെ കയ്യിൽ ഇല്ലാന്നുണ്ടെങ്കിൽ നിന്റെ ഫ്രണ്ട്സിന്റെ കയ്യിൽ നിന്ന് വാങ്ങിത്താ, അങ്ങനെയാണെങ്കിൽ നിന്റെ ഭാര്യയെ രക്ഷിക്കാനായിട്ട് എന്നെ കൊണ്ട് കഴിയത്തുള്ളൂ എന്ന് പറയുമ്പോൾ ഹീറോയ്ക്ക് വരുന്നുണ്ട് നല്ല ദേഷ്യം. എന്നിരുന്നാലും അവൻ പറഞ്ഞു നോക്കുന്നുണ്ട്, എന്നാലും അവൻ കേൾക്കുന്നില്ല. അപ്പോൾ ഹീറോ അവനെ അടിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിലും കഴിയുന്നില്ല. ഇപ്പൊ ആ ഒരു ഫിഷർമാൻ ആയാലും എനിക്ക് $1 million വേണം, ഇല്ലാന്നുണ്ടെങ്കിൽ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല എന്ന് പറയുമ്പോൾ ഹീറോ ആകെ ക്ഷീണിച്ചിട്ട് ഇപ്പൊ അനങ്ങാൻ പോലും കഴിയത്തില്ല. അപ്പോൾ ഹീറോ പറയും, ശരി ഞാൻ എന്തായാലും എന്റെ ഫ്രണ്ട്സിന്റെ കയ്യിൽ നിന്ന് വാങ്ങിത്തരാം, ഞങ്ങളെ കരയിലേക്ക് കൊണ്ടുപോകാനായിട്ട് പറയുമ്പോൾ അവൻ എന്താ ചെയ്യുന്നത് വെച്ചാല് ഒരു പങ്കായ എടുത്തോണ്ട് വന്നിട്ട് ഹീറോയുടെ തലയിലേക്ക് ഒരു ഒറ്റയടി, ഹീറോയുടെ ബോധം പോയി. അത് കഴിഞ്ഞിട്ട് ഹീറോയെ ഒരു ബോട്ടിലാക്കി ഇപ്പൊ അവിടെ നിന്ന് കൊണ്ടുപോകുന്ന വഴിക്ക് തന്നെ കുറച്ച് വെള്ളം എടുത്ത് ഒഴിച്ചിട്ട് ഹീറോയെ എഴുന്നേൽപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഹീറോ ചോദിക്കും, എന്റെ മകനും ഭാര്യ എവിടെയെന്ന് ചോദിക്കുമ്പോൾ അപ്പോഴാണ് ആ ഒരു ഫിഷർമാൻ പറയുന്നത്, അവരെ രണ്ടുപേരെ ഞാൻ ഒരു ദ്വീപിലാക്കിയിട്ടുണ്ട്. ഇപ്പോൾ കരയിൽ വന്ന് നീ എനിക്ക് പണം എടുത്ത് തന്നതിന് ശേഷം മാത്രമേ അവരെ എനിക്ക് രക്ഷപ്പെടുത്തി കൊണ്ടുവരാൻ കഴിയത്തുള്ളൂ, ഇല്ലാന്നുണ്ടെങ്കിൽ നീ ഞങ്ങളെ പറ്റിച്ചാലോ, അല്ലാന്നുണ്ടെങ്കിൽ പോലീസിനോട് നീ പറഞ്ഞാലും ഞാൻ എന്ത് ചെയ്യും? അതുകൊണ്ട് പണം എപ്പോഴും എന്റെ കയ്യിൽ കിട്ടുന്നോ അപ്പോഴും നിന്റെ ഫാമിലിയെ രക്ഷപ്പെടുത്താൻ കഴിയും. ഒരുപക്ഷെ കരയിൽ ചെന്നിട്ട് നീ പോലീസിനോട് ഈ ഒരു കാര്യം പറയാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ ഈ ഒരു കടലിൽ 1000-കണക്കിന് ദ്വീപുകളുണ്ട്, അതിലേത് ദ്വീപിലാണ് അവരെ വെച്ചിരിക്കുന്നതെന്ന് എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ. കരയിലെത്തി നീ മനസ്സ് മാറ്റാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഞാൻ പോലീസിനോട് നീ ആരാണെന്ന് എനിക്ക് അറിയത്തില്ല എന്ന് പറയും. അതേപോലെ തന്നെ നിന്റെ ഫാമിലി എവിടെയാണെന്നും ഞാൻ ഒരിക്കലും നിന്നോട് പറയത്തുമില്ല. നിന്റെ ഭാര്യയും കുഞ്ഞും അവിടെ കിടന്ന് മരിക്കും. അത് വേണ്ടാന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് പോലെ തന്നെ ചെയ്യാൻ പറയുമ്പോൾ ഹീറോയ്ക്ക് ഇപ്പോൾ വേറെ വഴിയില്ല. അങ്ങനെ വേറെ വഴിയില്ലാതെ അതിന് സമ്മതിച്ചിട്ട് ഇപ്പോൾ ഹീറോ നേരെ കരയിലേക്ക് വന്നു. എന്നിട്ട് അവിടെയുള്ള ഫോൺ ബൂത്ത് വഴി അവന്റെ സുഹൃത്തുക്കളെല്ലാം വിളിച്ച് ഞാൻ ഇതുപോലെ ഒരു പ്രശ്നത്തിൽ പെട്ടിരിക്കുകയാണ്, എനിക്ക് കുറച്ച് പണം വേണമെന്ന് എല്ലാവരോടും ചോദിക്കുന്നുണ്ട്. കാരണം ഈ ഒരു ഫ്രണ്ട്സിന്റെ കയ്യിൽ ഹീറോയുടെ അക്കൗണ്ട് നമ്പർ ഉണ്ട്. കാരണം അത്രയും ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സിനെയാണ് അവൻ വിളിക്കുന്നത്. അപ്പോൾ അവരുടെ കയ്യിലാണെങ്കിൽ $1 million അയക്കാനായിട്ട് പണമില്ല. അതുകൊണ്ട് തന്നെ അവരുടെ കയ്യിലുള്ളത് കുറേശ്ശായിട്ട് ഓരോരുത്തർ അയക്കുന്നുണ്ട്. അങ്ങനെ ഹീറോ ഇപ്പോൾ ആ ഒരു ഫിഷർമാനോട് പറയും, ശരി നീ എന്തായാലും എന്നെ ഇവിടുത്തെ ബാങ്കിലേക്ക് കൊണ്ടുപോകാൻ പറയുമ്പോൾ അവനായാലും നമ്മുടെ ഹീറോയെ നേരെ ബാങ്കിലേക്ക് കൊണ്ടുപോവാണ്. അങ്ങനെ അവിടെ ചെന്നിട്ട് ഹീറോ അവന്റെ അക്കൗണ്ടിലുള്ള മൊത്തം പണവും എത്രയാണെന്ന് ചെക്ക് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും ഇപ്പോൾ 1,90,000 സംതിങ് ആ ഒരു ഡോളർ മാത്രമേ ഉള്ളൂ. ഇതുകൂടി ആകുമ്പോൾ ഹീറോ പെട്ടെന്ന് അവനെ കാണിച്ചിട്ട് പറയും, എന്റെ കയ്യിൽ ഇത്ര പണം മാത്രമേ ഉള്ളൂ, ഇത് മൊത്തമായിട്ട് നീ എടുത്തിട്ട് എന്റെ ഫാമിലി എവിടെയുണ്ടെന്ന് നീ കാണിച്ചു, അല്ലെങ്കിൽ അവരെ രക്ഷിക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് ആ ഒരു ഫിഷർമാൻ സത്യം പറയലെ വെച്ച് അടിച്ചു കൊടുക്കാൻ തോന്നും. അവൻ പറയുന്നത് എന്താണെന്ന് വെച്ചാല് ഇത് ഡീലല്ല, ഇത് സമ്മതിച്ചെടുത്തില്ല എന്നാണ്. അപ്പോൾ ഹീറോ പറയും, ഇതല്ലാതെ എന്റെ കയ്യിൽ വേറെ പണമില്ല, ഇത് വാങ്ങിയില്ല എന്നുണ്ടെങ്കിൽ നിന്നെ ഞാൻ ഇവിടെ ഇട്ട് എന്നെ കൊല്ലുമെന്ന് ദേഷിച്ചങ്ങനെ പറയുമ്പോഴത്തേക്കും അവനായാലും അതിന് സമ്മതിച്ചിട്ട് ഇപ്പൊ ആ ഒരു ഫിഷർമാൻ പറയും, ശരി ഞാൻ പറയുന്ന ആ ഒരു അക്കൗണ്ടിലേക്ക് ഈ ഒരു പണം അയക്കാൻ പറയും. അങ്ങനെ ഹീറോ ആയാലും ആ ഒരു ഫിഷർമാൻ പറഞ്ഞ ആ ഒരു അക്കൗണ്ടിലേക്ക് തന്നെ പണം അയച്ചിട്ട് ഇപ്പോൾ ഹീറോ ആ ഒരു ഫിഷർമാനോട് പറയും, ഓക്കെ ഞാൻ പണം അയച്ചിട്ടുണ്ട്, ഇനി എൻ്റെ ഫാമിലിയുടെ അടുത്തേക്ക് കൊണ്ടുപോകാൻ പറയുമ്പോൾ ഇല്ലില്ല ഞാനത് ചെക്ക് ചെയ്യട്ടെ എന്നും പറഞ്ഞിട്ട് ഇപ്പോൾ ജോർജിനെ വിളിച്ച് അവനോട് ചോദിക്കുകയാണ്, ഇതുപോലെ പണം അക്കൗണ്ടിൽ വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും, അതെ വന്നിട്ടുണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഒരു ഫിഷർമാൻ പറയും, ഓക്കെ ശരി ബാ എന്നും പറഞ്ഞിട്ട് ഹീറോയെ കൂട്ടി ഒരു ബോട്ടിനടുത്തേക്ക് ഇങ്ങനെ കൊണ്ടുപോവാണ്. അങ്ങനെ ഹീറോ ആയാലും പുറകെ തന്നെ പോകുന്നുണ്ട്. അങ്ങനെ ആ ഒരു ബോട്ടിനടുത്തേക്ക് ചെല്ലുമ്പോൾ അതൊരു പഴയ ബോട്ടാണ്. അവിടേക്ക് ചെന്നിട്ട് ആ ഒരു ബോട്ടിന്റെ എഞ്ചിൻ റൂം ഉണ്ടല്ലോ അതിനകത്തേക്ക് ഹീറോയെ കയറ്റി പെട്ടെന്ന് പുറകിൽ നിന്നങ്ങ് പൂട്ടിയിടും. അപ്പോഴാണ് ഹീറോ, ഏയ് നീ എന്താ ഇങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ ആ ഒരു ഫിഷർമാൻ പറയും, നീ പേടിക്കൊന്നും വേണ്ട, പോകുന്ന വഴിക്ക് നീ വേറെ ആരെയും വിളിച്ച് ഈ ഒരു കാര്യം പറയാതിരിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്, ഇത് ഞങ്ങളുടെ സേഫ്റ്റിക്ക്, അതുകൊണ്ട് നീ ഈ ഒരു ബോട്ട് എടുത്ത് ഞങ്ങളുടെ ബോട്ടിന്റെ പുറകെ തന്നെ വാ എന്നും പറഞ്ഞിട്ട് അവൻ ഇപ്പോൾ അവന്റെ ബോട്ടിൽ കയറി പോകുന്നതും ഹീറോ ഈ ഒരു ബോട്ടിൽ തന്നെ എഞ്ചിൻ റൂമിനകത്ത് നിൽക്കാണ്, വെളിയിറങ്ങാൻ കഴിയത്തില്ല. അതേപോലെ തന്നെ അവനെ ഫോളോ ചെയ്ത് പുറകെ തന്നെ പോകുന്നുണ്ട്. അങ്ങനെ കുറേ ദൂരം ഈ ഒരു കടലിന് നടുവിലേക്ക് എത്തുമ്പോൾ ആ ഒരു ഫിഷർമാൻ ആയാലും പെട്ടെന്ന് ഹീറോയെ അവന്റെ ബോട്ടിനടുത്ത് ഇങ്ങനെ കൈ കാണിച്ച് വിളിക്കും. അപ്പോൾ ഹീറോ അവന്റെ ബോട്ടും കൊണ്ട് പതിയെ ഒരു ഫിഷർമാന്റെ ബോട്ടിനടുത്തേക്ക് വരുമ്പോൾ അവൻ ആ ഒരു ബോട്ട് പിടിച്ച് ഇവന്റെ ബോട്ടിനടുത്തേക്ക് കെട്ടിയിട്ടിട്ട് പെട്ടെന്ന് അവൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ വലിയൊരു കമ്പി എടുത്തുകൊണ്ട് വന്ന് ഈ ഹീറോ നിൽക്കുന്ന ബോട്ടുണ്ടല്ലോ അതിൽ കുത്തിയിനെ ഹോളിടുന്നു.
കാരണം ഈ ഒരു ബോട്ട് മുഴുവനായിട്ടും വെള്ളത്തിനടിയിലേക്ക് മുങ്ങിപ്പോയിട്ട് ഹീറോ മരിക്കാൻ വേണ്ടി. അപ്പോൾ ഹീറോ ചോദിക്കും, ഏയ് നിനക്കല്ലേ ഞാൻ പണം തന്നെ, പിന്നെ നീ എന്തിനാ ഇങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും, നിന്നെ ഞാൻ എങ്ങനെ വിശ്വസിക്കും? നീ നിന്റെ രാജ്യത്തേക്ക് പോയി കഴിഞ്ഞാൽ ഈ ഒരു കാര്യം പറയും, അവരിവിടേക്ക് വന്ന് എന്നെ അറസ്റ്റ് ചെയ്യും. നിന്നെ കണ്ണും പൊട്ടി വിശ്വസിക്കാനായിട്ട് ഞാൻ അത്ര മണ്ടനൊന്നുമല്ല എന്നും പറഞ്ഞിട്ട് ഈ ഒരു കാര്യം ചെയ്യുമ്പോഴത്തേക്കും ജോർജ് എന്ന് പറഞ്ഞവനുണ്ടല്ലോ, അവൻ ഇത്തിരി ഒരു മനസാക്ഷിയുണ്ട്. അവൻ വന്നിട്ട് ഇവനോട് പറയുന്നുണ്ട് അങ്ങനെയൊന്നും ചെയ്യണ്ട, നമുക്ക് പോവാന്ന് പറയുമ്പോൾ ഈ ഒരു ഫിഷർമാൻ അവനെയും ഭീഷണിപ്പെടുത്തി ഇതെന്റെ കാര്യമാണ് ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് ആ ഒരു ബോട്ടും കുത്തി ഓട്ടയിട്ട് അതിലേക്ക് പോയി വെള്ളം കയറുന്നു. അങ്ങനെ ഈ ഒരു ബോട്ടിന്റെ കെട്ടുവഴിച്ചിട്ട് അവരവിടെ നിന്ന് പോകുന്നതും ഇതിലും വലിയ ചതി വേറെ ആയിട്ടില്ല. ഇപ്പൊ പതിയെ പതിയെ ആ ഒരു ബോട്ട് വെള്ളത്തിനടിയിലേക്ക് മുങ്ങിപ്പോയിട്ട് ഹീറോയ്ക്ക് ഇപ്പൊ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ആ ഒരു സമയത്താണ് ഹീറോ നോക്കുമ്പോൾ ഈ ഒരു ബോട്ടിന് അടിയിലൂടെ പോകാൻ പറ്റുന്ന ഒരു ചെറിയ ഭാഗമുണ്ട്. അതിന്റെ ലിവർ വലിച്ച് തുറന്ന് അത് കഴിഞ്ഞിട്ട് ഹീറോ നേരെ അതും തുറന്നിട്ട് വെള്ളത്തിന്റെ മുകളിലേക്ക് വരും. വന്ന് നോക്കുമ്പോൾ ആ ഒരു ഫിഷർമാനെയും ആ ഒരു ബോട്ടിനെയും അവിടെ കാണുന്നില്ല. അങ്ങനെ ഹീറോ ആയാലും കുറെ നേരം വെള്ളത്തിൽ ഇങ്ങനെ പൊങ്ങിക്കിടക്കാണ്. ഇപ്പൊ പെട്ടെന്ന് ചെന്നില്ല എന്നുണ്ടെങ്കിൽ ഹീറോയുടെ ഫാമിലി അവര് രണ്ടുപേരും മരണപ്പെടും. അങ്ങനെ ഹീറോ വെള്ളത്തിൽ കിടക്കുന്ന ആ ഒരു സമയത്ത് അതിലെ വേറൊരു ബോട്ട് പോകുന്നുണ്ട്. അതിൽ കയറി നമ്മുടെ ഹീറോ നേരെ കരയിലേക്ക് വന്നിട്ട് ആ നാട്ടിലുള്ള പോലീസുകാരോട് പോയി കംപ്ലൈന്റ് ചെയ്യും. അവരാണെങ്കിലോ അവിടെയുള്ള US കോസ്റ്റ് ഗാർഡ് ഉണ്ട്, അവരോട് ഈ ഒരു കാര്യം പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഹീറോ ആയാലും ഒരു USA കാരനായതുകൊണ്ട് തന്നെ അവര് ഹീറോയെ സഹായിക്കാനായിട്ട് തീരുമാനം എടുക്കുകയാണ്. അങ്ങനെ അവരായാലും ഇപ്പോൾ ഹീറോയോട് ഇവർ ചെയ്യാൻ പോകുന്ന ആ ഒരു പ്ലാൻ എന്താണെന്ന് പറയാണ്. രാത്രി ആയതുകൊണ്ട് തന്നെ അടുത്ത ദിവസം രാവിലെ തൊട്ടായിരിക്കും ഞങ്ങൾ അന്വേഷിക്കാൻ പോകുന്നത്. അതുപോലെ ഈ ഒരു സ്ഥലത്ത് ഒരുപാട് ദ്വീപുകളുണ്ട്. ഇവിടെ എവിടെയാണ് നിങ്ങളുടെ ഭാര്യയും മകനും ഉള്ളതെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. അതുകൊണ്ട് തന്നെ അവരെ കണ്ടുപിടിക്കാനായിട്ട് ഒരാഴ്ച ഇല്ലാന്നുണ്ടെങ്കിൽ 2 ആഴ്ച ഈ ഒരു സമയം എടുക്കുമെന്ന് പറയുമ്പോൾ അത്രയും നാളൊന്നും അവരെ കൊണ്ട് എന്തായാലും പിടിച്ചെടുക്കാനായിട്ട് കഴിയത്തില്ല എന്ന് ഹീറോയ്ക്ക് നല്ലതുപോലെ തന്നെ അറിയാം. അപ്പോൾ ഹീറോ പറയും, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആ ഒരു ഫിഷർമാനെ പിടിക്കുക, അവനെ പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു സ്ഥലം കണ്ടുപിടിക്കാൻ കഴിയും എന്ന് പറയുമ്പോൾ ഇവിടെയുള്ള ആ ഒരു പോലീസുകാരുണ്ടല്ലോ അവർ പറയും, അയാളെ കണ്ടുപിടിക്കുക എന്നുള്ളത് ഒരിക്കലും നടക്കുന്ന കാര്യമില്ല. കാരണം ഇവിടെ ഒരുപാട് ഫിഷർമാന്മാരുണ്ട്. അതുപോലെ ആ ഒരു ഫിഷർമാനെ പിടിക്കണമെന്നുണ്ടെങ്കിൽ ഒരുപാട് റിസോഴ്സ് നമുക്ക് ആവശ്യമുണ്ട്. അത്രയും റിസോഴ്സ് ഒന്നും നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഇല്ല. അതുകൊണ്ട് ഇവർ പറയുന്നത് പോലെ ആ ഒരു ദ്വീപിൽ പോയിട്ട് കണ്ടുപിടിക്കുക, അത് മാത്രമേ ഉള്ളൂ വഴി. ആ ഒരു കാര്യങ്ങളെല്ലാം നമുക്ക് പിന്നീട് നോക്കാം എന്നുള്ള രീതിയിൽ ഹീറോയോട് പറയുമ്പോൾ ഇവന്മാരെ വെച്ചിട്ട് ഇപ്പോൾ ഒരു കാര്യമില്ല, തന്റെ ഭാര്യനെയും മകനെയും കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ അവൻ തന്നെ ഇറങ്ങിയേ മതിയാവത്തുള്ളൂ എന്ന് ഹീറോ തീരുമാനിക്കും. അപ്പോൾ ആ ഒരു പോലീസുകാർ പറയും, ഓക്കെ നിങ്ങൾ ഇപ്പോൾ എന്തായാലും ഹോട്ടലിലേക്ക് പോയിക്കോ, നാളെ ഞങ്ങളെ ഒന്ന് വിളിക്കാന്ന് പറയുമ്പോൾ ഹീറോ നേരെ ഹോട്ടലിലേക്ക് വന്നിട്ട് അവിടെ കമ്പ്യൂട്ടർ ആക്സസ് ഇന്റർനെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ ചെന്നിട്ട് ഈ ഒരു കടലിലെ മാപ്പ് ഉണ്ടല്ലോ അതെടുത്ത് നോക്കി അതിന്റെ പ്രിന്റ് അങ്ങനെ എടുത്തു വെക്കുന്നു. ആ ഒരു സമയത്താണ് ഹീറോയുടെ എതിർവശത്തിരിക്കുന്ന ഒരാള് ഹീറോയോട് സംസാരിക്കാൻ തുടങ്ങും. അപ്പോൾ ഹീറോ ക്യാഷ്വൽ ആയിട്ട് ഒന്നും സംഭവിക്കാത്തതുപോലെ തന്നെ അയാളോട് സംസാരിക്കുമ്പോൾ അയാൾ പറയും, എനിക്ക് ബോറടിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇതുപോലെ കടലിലാണ് മീൻ പിടിക്കാൻ പോകുന്നത്. അപ്പോൾ ഹീറോ ചോദിക്കും, അല്ല നിങ്ങൾ പിടിക്കുന്ന മീനെല്ലാം എന്താ ചെയ്യുന്നത്? ഏയ് അങ്ങനെ ഞാനതിനെ ഉപയോഗിക്കത്തില്ല, ചില സമയങ്ങളിൽ കടലിൽ തന്നെ എറിയും, ഇല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു മാർക്കറ്റ് ഉണ്ട്, അവിടെ കൊണ്ടുവന്ന് വിൽക്കുമെന്ന് പറയുമ്പോൾ ഇവിടെ മീൻ വാങ്ങിക്കാനായിട്ട് ആളുകളുണ്ടോ? അതേ ഉണ്ട് എന്ന് പറയുമ്പോൾ ഹീറോ അപ്പോഴാണ് ആലോചിക്കുന്നത്, ഓക്കെ അങ്ങനെയാണെങ്കിൽ ആ ഒരു ഫിഷർമാനും ഇതുപോലെ മീൻ പിടിച്ചുകൊണ്ട് വന്നിട്ട് ആ ഒരു ബയേഴ്സിന്റെ അടുത്തായിരിക്കും വിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അവൻ അറിയാവുന്ന ഏതെങ്കിലും ഒരു ബയർ മാർക്കറ്റിലുണ്ടാവും. അവിടെ പോയിട്ട് ഈ ഒരു ഫിഷർമാനെ പറ്റി ചോദിച്ചു കഴിഞ്ഞാൽ എന്തായാലും മനസ്സിലാവും അവൻ ആരാണെന്ന് എന്നുള്ള രീതിയിൽ ചിന്തിച്ചിട്ട് നേരെ താഴേക്ക് ഇറങ്ങി വന്ന് ഈ ഒരു പോലീസുകാരോട് ഈ ഒരു കാര്യം പറയുമ്പോൾ അപ്പോഴും ആ ഒരു പോലീസുകാരൻ സമ്മതിക്കുന്നില്ല. ഇപ്പൊ പോലീസുകാരൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഓക്കെ അങ്ങനെ അവനെ കണ്ടുപിടിച്ചാലും നിന്റെ ഭാര്യയുള്ള ആ ഒരു ദ്വീപ് അതേതാണെന്ന് അവൻ പറഞ്ഞു തരണമെന്ന് ഒരു നിർബന്ധമില്ല. അതുകൊണ്ട് അവനെ എന്തായാലും വിട്ടേക്ക്, നമുക്ക് എന്തായാലും കണ്ടുപിടിക്കാൻ ശ്രമിക്കാം. ഇതുകൂടി കേൾക്കുന്നത് ഹീറോയ്ക്ക് അത്രയും ദേഷ്യം, യുവമാരെ കൊണ്ട് എന്തായാലും കഴിയത്തില്ല, എന്റെ ഭാര്യനെ കുഞ്ഞിനെ യുവമാരി കൊല്ലും, അതുകൊണ്ട് താൻ തന്നെ പോവാന്ന് പറഞ്ഞിട്ട് ഹീറോ പെട്ടെന്ന് ഹോട്ടലിന് വെളിയിലേക്ക് വന്ന് ഒരു ടാക്സിയും വിളിച്ചിട്ട് നേരെ ആ ഒരു മീൻ മാർക്കറ്റ് ഉണ്ടല്ലോ അവിടേക്ക് പോവാണ്. അങ്ങനെ ആ ഒരു മാർക്കറ്റിലേക്ക് ചെല്ലുമ്പോഴത്തേക്കും അവിടെ ഒരു ജോലിക്കാരനുണ്ട്. അവന്റെ അടുത്തേക്ക് ചെന്നിട്ട് ആ ഒരു ഫിഷർമാന്റെ രൂപം ഈ ഒരു കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഇതുപോലെ ഒരാളെ നിനക്ക് അറിയുമെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും, ഇല്ല എനിക്കങ്ങനെ അറിയത്തില്ല, ഈ ഒരു മാർക്കറ്റിൽ മീനെല്ലാം വാങ്ങിക്കുന്ന ഒരാളുണ്ട്, അയാളാണെങ്കിൽ ഒരുപാട് വർഷമായിട്ട് ഇവിടെ ജോലിയാണ്, അയാളോട് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാമെന്ന് പറഞ്ഞിട്ട് ആ ഒരാളുടെ പേരും കാര്യങ്ങളൊക്കെ പറയുമ്പോഴത്തേക്കും ഹീറോ നേരെ അവനെ കണ്ടുപിടിക്കാനായിട്ട് പോവാണ്. അങ്ങനെ അയാളെ ഒരു വിധത്തിൽ കണ്ടുപിടിച്ച് ഈ ഒരു ഫിഷർമാന്റെ രൂപവും മറ്റു കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഇതുപോലെ ഒരാളെ നിങ്ങൾക്ക് അറിയുമെന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയും, ഇല്ല എനിക്കറിയത്തില്ല, ഞാൻ ഒരുപാട് നാളായിട്ട് ഈ ഒരു മാർക്കറ്റിൽ ജോലി ചെയ്യുന്നുണ്ട്, പക്ഷെ നീ പറഞ്ഞതുപോലെ ഒരു ഫിഷർമാൻ എനിക്ക് അറിയത്തില്ല അത് അയാൾ ഇങ്ങനെ പറയാണ്. അപ്പോഴാണ് ഹീറോ പെട്ടെന്ന് മറ്റൊരു കാര്യം ആലോചിക്കുന്നത്, ജോർജ് എന്ന് പറഞ്ഞ അടുത്തുണ്ടല്ലോ അവനെ കണ്ടുപിടിക്കാൻ തീരുമാനിക്കും. എന്നിട്ട് ഹീറോ അയാളോട് ചോദിക്കും, ഓക്കെ എന്റെ കയ്യിൽ ഒരു ബോട്ടുണ്ട്, എനിക്ക് ജോലിക്കായിട്ട് ഒരാളെ വേണം, ഇപ്പോ ആ ഒരാളെ ഞാൻ എവിടുന്ന കണ്ടുപിടിക്കണ്ടേ എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കാണ് അയാൾ പറയുന്നത്, അതിനാണോ, അതിനിവിടെ അടുത്തായിട്ട് ഒരു ബാറുണ്ട്, നീ അവിടേക്ക് ചെന്ന് കഴിഞ്ഞാൽ നിനക്ക് ആവശ്യമായിട്ടുള്ള ജോലിക്കാർ അവിടെ ഉണ്ടാവും, ആരെ വേണമെങ്കിലും നിനക്ക് സെലക്ട് ചെയ്ത് കൊണ്ടുപോകാം എന്നുള്ള രീതിയിൽ ഹീറോയുടെ ആ ഒരു സ്ഥലം പറയുമ്പോൾ ഹീറോ ആയാലും നേരെ ആ ഒരു ടാക്സിയും വിളിച്ചിട്ട് ഇയാൾ പറഞ്ഞ ആ ഒരു സ്ഥലത്തേക്ക് ചെല്ലാണ്. ഇപ്പൊ അവിടേക്ക് ചെല്ലുമ്പോൾ ഹീറോയുടെ കയ്യിൽ ഒരു ബോട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ജോലിക്കാരനായിട്ട് ഇവിടെ നിന്ന് ആളെ കിട്ടും. ആ ഒരു രീതിയിൽ ഹീറോ ആ ഒരു ബാറിനടുത്തേക്ക് കയറി ചെന്നിട്ട് അവിടെ എല്ലാവരോട് ചോദിക്കും, ഇല്ല ഞാൻ ഇതുപോലെ മീൻ പിടിക്കാൻ പോകുന്നുണ്ട്, എനിക്കൊരു ബോട്ടും ഉണ്ട്, എനിക്കൊരു ജോലിക്കാരൻ ആവശ്യമുണ്ടെന്ന് പറയുമ്പോൾ
അവിടെയുള്ള ഒരാൾ പറയും, ജോലിക്കാർ ഇവിടെ ആവശ്യം പോലെയുണ്ട്, നിനക്ക് ആരെ വേണമെങ്കിലും എടുക്കാമെന്ന് പറയുമ്പോൾ, ഇല്ല എനിക്ക് ജോർജ് എന്ന് പറഞ്ഞ ഒരാളെയാണ് ആവശ്യം, അവൻ ഇവിടെ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആ ഒരാൾ പറയും, ദേ അവിടെ ഇരിപ്പുണ്ട് ജോർജ് എന്ന് പറഞ്ഞിട്ട് കൈ കാണിക്കുന്നതും ഹീറോ നേരെ അവിടേക്ക് ചെന്ന് അവനിങ്ങനെ വിളിക്കുമ്പോൾ അത് ഹീറോ പ്രതീക്ഷ വന്ന ആ ഒരു ജോർജ് അല്ല, അത് വേറൊരു ജോർജാണ്. ഇപ്പൊ അവനല്ലാന്നറിയുമ്പോഴത്തേക്കും ഹീറോ അവനോടൊന്നും സംസാരിക്കാതെ നേരെ തിരിച്ചു വന്നിട്ട് ഇപ്പൊ ആ ഒരു പോലീസുകാരുണ്ടല്ലോ അയാളെ വിളിക്കണം. അയാളെ വിളിച്ചിട്ട് ഈ ഒരു ഫിഷർമാനെ പറ്റിയുള്ള എന്തെങ്കിലും വിവരം കിട്ടിയെന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അവർ ഇതുവരെയും അയാളെ പറ്റി അന്വേഷിച്ചിട്ട് പോലുമില്ല, ഞങ്ങൾ നിന്റെ ഭാര്യയും കുട്ടീനെയാണ് കണ്ടുപിടിക്കാണ്ട് നിൽക്കുന്നത്. ഇപ്പോൾ നീ കാണിക്കുന്ന ഈ ഒരു കാര്യങ്ങളെല്ലാം കണ്ടിട്ട് ഞങ്ങൾക്ക് നിന്നെ വരെ സംശയമുണ്ട്, അതുകൊണ്ട് മര്യാദയ്ക്ക് നീ തിരിച്ച് ഈ ഒരു ഹോട്ടലിലേക്ക് തന്നെ വരുന്നതായിരിക്കും നല്ലത് എന്ന് പറയുമ്പോൾ ഹീറോ പറയും, നിങ്ങൾ എപ്പോഴാണ് അന്വേഷിക്കാൻ തുടങ്ങുന്നത്, അതുവരെ ഞാൻ ഒരിക്കലും എന്റെ അന്വേഷണം നിർത്താൻ പോകുന്നില്ല, എന്തെങ്കിലും വിവരം കിട്ടുവാണെങ്കിൽ എന്നോട് പറയണം എന്നും പറഞ്ഞിട്ട് ഹീറോയുടെ ആ ഒരു വഴിയിൽ തന്നെ ആ ഒരു ഫിഷർമാനെ കണ്ടുപിടിക്കാൻ ശ്രമിക്കും. അതേസമയം ഇവിടെ ആ ഒരു പോലീസുകാരന്റെ അസിസ്റ്റന്റ് ആയിട്ടുള്ള ആ ഒരാളുണ്ടല്ലോ അയാൾ പെട്ടെന്ന് ഈ ഒരു പോലീസുകാരനോട് പറയും, സാർ ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞില്ലേ ഇവനെ കണ്ടിട്ട് എന്തോ ഒരു സംശയമുണ്ട്, ഒരു ക്ഷേമം വേറെ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളോട് കള്ളം പറഞ്ഞതായിരിക്കും എന്നെല്ലാം പറഞ്ഞിപ്പോൾ പോലീസുകാരെല്ലാവരും കൂടി നമ്മുടെ ഹീറോയാണ് സംശയിക്കുന്നത്. അങ്ങനെ ഹീറോ ആയാലും നേരെ ടാക്സിക്കകത്തേക്ക് കയറിയിട്ട് ആ ഒരു ടാക്സി ഡ്രൈവറിനോട് പറയും, ഇത്രയും നേരം എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തതിന് നന്ദി എന്നും പറഞ്ഞ് ഒരു $100 ഇങ്ങനെ കൊടുക്കുകയാണ്. എന്നിട്ട് അയാളുടെ കൈ നോക്കുമ്പോഴത്തേക്കാണ് കയ്യിലൊരു മുറിവുണ്ട്. അപ്പോൾ ഹീറോ ചോദിക്കുമല്ല ഇതെങ്ങനെ സംഭവിച്ചെന്ന് ചോദിക്കുമ്പോൾ ഇതുപോലെ അയാൾ മീൻ പിടിക്കാൻ പോകുന്ന സമയത്ത് ഏതൊരു മീൻ അതിന്റെ വാലെങ്ങാണ്ടോ കൊണ്ട് മുറിഞ്ഞതാണ് എന്ന് പറയുമ്പോഴത്തേക്കാണ് നമ്മുടെ ഹീറോ ഈ ഒരു കാര്യം ചോദിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഹീറോ അന്വേഷിക്കുന്ന ആ ഒരു ഫിഷർമാൻ ഉണ്ടല്ലോ അവന്റെ കയ്യിലും ഇതുപോലെ തന്നെ ഒരു മുറിവുണ്ടായിരുന്നു. ആ ഒരു മുറിവിൽ അയാൾ തയ്യലിട്ടിട്ടുണ്ടായിരുന്നു. 1-2 ആഴ്ച അതിനുള്ളിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. കാരണം ഹീറോ ഒരു ഡോക്ടർ ആയതുകൊണ്ട് തന്നെ ഹീറോയ്ക്ക് അറിയാം. അപ്പോൾ ഹീറോ ഇയാളോട് ചോദിക്കും, അല്ല നിങ്ങൾ ഈ ഒരു മുറിവ് കൊണ്ട് തയ്യലിട്ടത് എവിടെ വെച്ചാന്ന് ചോദിക്കുമ്പോൾ ഈ ഒരു സ്ഥലത്ത് ഒരേ ഒരു ഹോസ്പിറ്റലിൽ മാത്രമേ ഉള്ളൂ, അവിടെ കൊണ്ടുപോയിട്ടാണ് ഈ ഒരു മുറിവിന് തയ്യലിട്ടതെന്ന് പറയുന്നതും. ഓക്കെ അങ്ങനെയാണെങ്കിൽ എനിക്ക് വേണ്ടി അവിടെ വരെ ഒന്ന് പോകാൻ കഴിയുമോ എന്നുള്ള രീതിയിൽ അയാളോട് പറയുമ്പോൾ അയാളായാലും ഹീറോയെ നേരെ ആ ഒരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാണ്. ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഈ ഒരു ഫിഷർമാനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ഹീറോയെ കണ്ടുപിടിക്കാൻ കഴിയും. അങ്ങനെ ഹീറോ അവിടേക്ക് വന്നിട്ട് അങ്ങനെ അവിടേക്ക് ചെന്ന് ആ ഒരു ഹോസ്പിറ്റലിനകത്തേക്ക് കയറിയിട്ട് ഹീറോയുടെ കാലിലും ഇതുപോലെ ഒരു മുറിവുണ്ട്. കാരണം ആ ഒരു ബോട്ടിൽ വെച്ച് സംഭവിച്ചതാണ്. അത് തുന്നാനെന്നുള്ള രീതിയിൽ ഹീറോ നേരെ ആ ഒരു ഹോസ്പിറ്റലിനകത്തേക്ക് ചെന്ന് ഇപ്പോൾ അവിടെയുള്ള ഡോക്ടർ ആയാലും ഹീറോയുടെ മുറിവേനെ തയ്ക്കാണ്. അപ്പോഴേക്കാണ് ഹീറോ ഇതുപോലെ ആ ഒരു ഫിഷർമാനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് അയാൾക്ക് ഇത്ര പ്രായം ഉണ്ടാവും, ഈ ഒരു രീതിയിലാണ് അതിൽ ഇരിക്കുന്നത് എന്നുള്ള അടയാളങ്ങളെല്ലാം പറഞ്ഞ് ഇതുപോലെ ഒരാൾ 2 ആഴ്ചയ്ക്കകം ഇവിടെ വന്നിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ആ ഒരു ഡോക്ടർ പറയും ഒരുപക്ഷെ വന്നു കാണും. അപ്പോൾ ഹീറോ പറയും ശരി അങ്ങനെയാണെങ്കിൽ അയാളുടെ ഡീറ്റെയിൽസ് എനിക്ക് തരാൻ കഴിയുമെന്ന് ചോദിക്കുമ്പോൾ ആ ഒരു ഡോക്ടർ പറയും സോറി നിങ്ങളൊരു പോലീസ് അല്ലല്ലോ അതുകൊണ്ട് തരാൻ കഴിയത്തില്ല എന്ന് പറയുമ്പോൾ ഹീറോ പറയും ഞാനൊരു ഡോക്ടറാണ് എന്ന് പറഞ്ഞ് അവൻ്റെ കാർഡിലെടുത്ത് കാണിക്കുന്നുണ്ട്. എന്നിരുന്നാലും ഹീറോ ഒരു പോലീസ് അല്ലാത്തത് കൊണ്ട് തന്നെ അവൻ ആ ഒരു ഡീറ്റെയിൽസ് കൊടുക്കത്തില്ല. അപ്പോൾ ഹീറോ തൻ്റെ ഭാര്യയുടെയും മകൻ്റെയും ഫോട്ടോ എടുത്ത് കാണിച്ചിട്ട് ദേ ഇവർ മരിക്കാനായിട്ടുള്ള അവസ്ഥയിൽ കിടക്കാണ്, ഇവരുടെ മുഖം കണ്ടിട്ടും നിങ്ങൾക്കൊന്നും തോന്നില്ലേ എന്ന് ചോദിക്കുമ്പോഴത്തേക്കാണ് അവർക്കായാലും അത് കണ്ട് കുറച്ചെങ്കിലും മനസ്സിറങ്ങിയിട്ട് അവർ പറയും എനിക്കായിട്ട് ഡീറ്റെയിൽസ് എടുത്ത് തരാൻ കഴിയത്തില്ല, ഞാൻ ഈ ഒരു റൂമിൽ നിന്ന് കുറച്ച് നേരം പുറത്തിറങ്ങി നിൽക്കാം, ആ ഒരു സമയത്ത് നിങ്ങൾ ഇവിടെയുള്ള കമ്പ്യൂട്ടറിൽ നിന്നും ആവശ്യമായിട്ടുള്ള ഡീറ്റെയിൽസ് എടുത്തോ എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഡോക്ടർ ഇപ്പോൾ വെളിയിലേക്ക് ഇറങ്ങി വരുന്നതും ഹീറോ പെട്ടെന്ന് തന്നെ അവിടെ ചെന്ന് ആ ഒരു കമ്പ്യൂട്ടർ പരിശോധിക്കുകയാണ്. അങ്ങനെ ഒരു 30 തൊട്ട് 45 വയസ്സിന് ഉള്ളിലുള്ള ആരെങ്കിലും ഈ ഒരു 2 ആഴ്ചയ്ക്കകം ഇവിടെ വന്നിട്ടുണ്ടോ ഇല്ലയെന്ന് നോക്കുമ്പോഴത്തേക്കും ഇതുപോലെ ഈ ഒരു മുറിവിന്റെ പേരുണ്ടല്ലോ അത് സെർച്ച് ചെയ്ത് അങ്ങനെ ആരെങ്കിലും വന്നിട്ടുണ്ടോ ഇല്ലയെന്ന് നോക്കുമ്പോൾ 38 വയസ്സിൽ ഒരാൾ വന്നിട്ടുണ്ട്. അപ്പോൾ അയാളുടെ ഹൈറ്റ് വെയിറ്റ് ഈ ഒരു കാര്യങ്ങളെല്ലാം വെച്ചിട്ട് ഏകദേശം ഹീറോയ്ക്ക് മനസ്സിലായി ഹീറോ അന്വേഷിക്കുന്നത് ഇയാളെ തന്നെയാണെന്ന്. അപ്പോൾ അയാളുടെ പേര് ക്യാബ മിഗ്വേൽ. അങ്ങനെ ആ ഒരു ഫിഷർമാന്റെ അഡ്രസ്സും കാര്യങ്ങളെല്ലാം ഹീറോയുടെ ഫോണിൽ ഫോട്ടോ എടുത്ത് അത് കഴിഞ്ഞ് ഈ ഒരു ടാക്സി ഡ്രൈവറിനോട് പറയും ഒരു സ്ഥലത്ത് കൂടി പോകാനുണ്ട് എന്നും പറഞ്ഞ് ആ ഒരു ടാക്സിയും വിളിച്ച് ഈ ഒരു ഫിഷർമാന്റെ അഡ്രസ്സിലേക്ക് പോവാണ്. അങ്ങനെ അവിടേക്ക് ചെന്ന് ഈ ഒരു ടാക്സി ഡ്രൈവറിനോട് പറയും ഞാൻ ഒരാളെയും കൊണ്ട് തിരിച്ചു വരും, അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് കുറച്ചുകൂടി പണം അയാൾക്ക് കൊടുത്ത് ഹീറോ നേരെ ആ ഒരു ഗ്രാമത്തിലേക്ക് ഇറങ്ങി ചെല്ലും. അപ്പോൾ അവിടെയാണെങ്കിൽ ഒരുപാട് വീടുകളുണ്ട്, അതുമല്ല ഈ ഒരു ഫിഷർമാന്റെ വീട്ടിലാണെങ്കിൽ ഒരു നമ്പർ ഉണ്ട്. ആ ഒരു വീട്ട് നമ്പർ കണ്ടുപിടിച്ച് ഹീറോ നേരെ അവിടേക്ക് ചെന്നിട്ട് തട്ടി വിളിക്കുമ്പോഴത്തേക്കും അതിനകത്ത് ഫിഷർമാന്റെ ഭാര്യ മാത്രമേ ഉള്ളൂ, ഫിഷർമാൻ അവിടെ ഇല്ല. അപ്പോൾ ഹീറോ ഇതുപോലെ എനിക്കൊരു ബോട്ടുണ്ട്, അതിൽ ജോലിക്ക് ആളെ വേണമായിരുന്നു, ക്യാബ് ഇവിടെ ഉണ്ടോയെന്ന് ചോദിക്കുമ്പോൾ ആ ഒരു ഭാര്യ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇല്ല നിങ്ങൾ അന്വേഷിച്ചു വന്ന ആള് ഇവിടെ ഇല്ല, അങ്ങനെ ഒരാളെപ്പോലെ എനിക്ക് അറിയത്തില്ല എന്ന് അവരിങ്ങനെ പറയുന്നത് ഹീറോയ്ക്ക് മനസ്സിലായി എന്തോ ഒരു കാര്യം ഇവിടെ ഒളിപ്പിക്കുന്നുണ്ടെന്ന്. അതുകൊണ്ട് തന്നെ ഡോർ ഇടിച്ച് തുറന്ന് അകത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കും അയാളുടെ ഭാര്യയും അതേപോലെ തന്നെ വയ്യാണ്ട് കിടക്കുന്ന ഒരു മകനും മാത്രമാണ് അതിനകത്തുള്ളത്. ഇത് കാണുമ്പോൾ ഹീറോ ഇല്ലില്ല ഞാൻ നിങ്ങളെ ഉപദ്രവിക്കാനല്ല വന്നത്, എനിക്ക് നിങ്ങളുടെ ഭർത്താവിനെ മാത്രം കണ്ടാൽ മതി എന്നെല്ലാം പറയുന്നുണ്ടെങ്കിലും അവരായാലും നല്ലതുപോലെ ഹീറോയെ കണ്ട് പേടിക്കുന്നുണ്ട്. വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാനായിട്ടാണ് പറയുന്നത്. അതുമല്ല ഒരു മറുപടി ഒന്നും പറയാത്തത് കൊണ്ട് തന്നെ ഹീറോ പെട്ടെന്ന് ആ ഒരു വീട് മുഴുവനായിട്ടും ഈ ഒരു ഫിഷർമാനെ അന്വേഷിച്ച് നടക്കാണ്.
അങ്ങനെ നോക്കുമ്പോഴത്തേക്കാണ് അയാളുടെ ഫോട്ടോ ഇവിടെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഇത് തന്നെയാണ് ഫിഷർമാന്റെ വീടെന്ന് ഹീറോയ്ക്ക് മനസ്സിലായി. അങ്ങനെ അവിടെ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി വരാനായിട്ട് നിൽക്കുമ്പോഴത്തേക്കാണ് ആ ഒരു ഫിഷർമാൻ ഇപ്പോൾ അകത്തേക്ക് കയറി വരുന്നു. ഇത് കാണുന്നത് ഹീറോ ഓടിച്ചെന്ന് അയാളെ പിടിച്ചിട്ട് എന്റെ ഭാര്യയും കുഞ്ഞും എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയും അല്ല നിങ്ങളാരാ എന്നുള്ള രീതിയിൽ ഹീറോയെ അറിയാത്തതുപോലെ ഇങ്ങനെ പെരുമാറും. അങ്ങനെ ഹീറോ ആയാലും ദേഷ്യം കാരണം ഫിഷർമാനെ അടിച്ചിട്ട് എന്റെ ഭാര്യയും കുഞ്ഞും എവിടെയെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ ഫിഷർമാന്റെ ഭാര്യ ഉണ്ടല്ലോ അവര് പെട്ടെന്ന് ഈ ഒരു മീനെ പിടിക്കുന്ന ഒരു അമ്പുണ്ട് അത് കൊണ്ടുവന്ന് ഹീറോയെ ഷൂട്ട് ചെയ്യാനായിട്ട് ഇങ്ങനെ നിൽക്കാണ്. അപ്പോൾ ഹീറോ പെട്ടെന്ന് പേടിച്ചിട്ട് ഓക്കെ എന്നും പറഞ്ഞ് പുറകിലേക്ക് പോകുന്ന സമയത്ത് ഈ ഒരു ഫിഷർമാന്റെ മകള് അടുത്ത റൂമിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരുന്നു. ഇത് കാണുന്നത് ഹീറോ പെട്ടെന്ന് തന്റെ കയ്യിൽ ആ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് എടുത്ത ഒരു കത്തി ഉണ്ടായിരുന്നു അതെടുത്ത് അവളുടെ കഴുത്തിലേക്ക് വെച്ച് എന്റെ ഭാര്യയും കുഞ്ഞ് എവിടെയാണെന്ന് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മകളെ ഞാൻ കൊല്ലുമെന്ന് പറയുമ്പോൾ ആ ഒരു ഫിഷർമാൻ പെട്ടെന്ന് ഈ ഒരു അമ്പ് വാങ്ങിയിട്ട് ഇപ്പൊ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അതുകൊണ്ട് തന്നെ അയാൾ പറയും ഓക്കെ ഞാൻ പറയാമെന്ന് പറഞ്ഞ് ആ ഒരു അമ്പ് എടുത്ത് ടേബിളിലേക്ക് വെക്കുന്ന സമയത്ത് ഇതറിയാതെ ഷൂട്ടായി പോവും. അങ്ങനെ ഈ ഒരു അമ്പ് നേരെ ആ ഒരു ഫിഷർമാന്റെ മകളുടെ വയറിലൂടെ കൊണ്ട് നേരെ ഹീറോയുടെ വയറിൽ കൊള്ളുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും അവിടെ ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും ആ ഫിഷർമാന്റെ ഭാര്യ വന്ന് ആ ഒരു പെൺകുട്ടിയെ വലിച്ചിങ്ങനെ പുറത്തേക്ക് എടുക്കും. ഇത് കാണുന്ന ഫിഷർമാനാണെങ്കിലോ പെട്ടെന്ന് വന്ന് നമ്മുടെ ഹീറോയെ പിടിച്ചിട്ട് അവനെ കൊല്ലാൻ വേണ്ടി കഴുത്ത് ഞെരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വേറെ വഴിയില്ലാതെ ഹീറോ എന്താ ചെയ്യുന്ന വെച്ചാൽ ആ ഒരു കത്തിയെടുത്ത് ഫിഷർമാന്റെ കഴുത്തിലേക്ക് കുത്തി ആ ഒരു ഫിഷർമാനെ അവിടെ വെച്ച് കൊല്ലുന്നു. അപ്പോൾ ഇവിടെ വെച്ചിപ്പോൾ രണ്ടുപേരാണ് മരണപ്പെട്ടത്. അങ്ങനെ കുറെ കഴിയുമ്പോഴത്തേക്ക് ഹീറോയുടെ ബോധം പോയി. അത് കഴിഞ്ഞിപ്പോൾ ഹീറോ കണ്ണു തുറക്കുമ്പോൾ ഹോസ്പിറ്റലിലാണുള്ളത്. അതുമല്ല ഹീറോയുടെ കയ്യിലാണെങ്കിൽ വിലം കിട്ടിയിട്ടുണ്ട്. അടുത്ത് പോലീസുകാരനെ ഇരിപ്പുണ്ട്. അപ്പോഴേക്കാണ് ആ ഒരു മെയിൻ പോലീസുകാരൻ്റെ അടുത്തേക്ക് വന്നിട്ട് പറയുന്നത് ഇനി നിനക്ക് എന്തായാലും ഇവിടുന്ന് രക്ഷപ്പെട്ട് പോകാനായിട്ട് കഴിയത്തില്ല. കാരണം നീ ഞങ്ങളുടെ നാട്ടിലേക്ക് വന്ന് രണ്ടുപേരെയാണ് കൊന്നിട്ടുള്ളത്. അതുകൊണ്ട് ഇനി നിന്റെ ഭാര്യയും നിന്റെ കുഞ്ഞും അവരെ പറ്റിയുള്ള കാര്യം നീ മറന്നേക്ക്. നിന്നെ ഉടനെ തന്നെ ജയിലിൽ അടയ്ക്കാൻ പോകാന്ന് പറയുമ്പോൾ ഇപ്പോൾ ഹീറോ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ സ്വയരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. അതിന് എന്നെ പിടിച്ച് ജയിലിൽ അടച്ചു കഴിഞ്ഞാൽ അതുപോലെ എൻ്റെ ഭാര്യയും മകനും അവർ മരിക്കാനായിട്ട് കിടക്കാണ്. പ്ലീസ് അവരെ പോയി രക്ഷപ്പെടുത്താൻ പറയുമ്പോൾ ഈ ഒരു പോലീസുകാരൻ പറയും ഇനി നീ പറയുന്നതൊന്നും ഞങ്ങൾ ഒരിക്കലും വിശ്വസിക്കാൻ പോകുന്നില്ല. നീ ഒരു കൊലയാളിയാണ്. നീ നിന്റെ പണമെല്ലാം വേറെ ആരുടെ അക്കൗണ്ടിലേക്ക് മാറ്റിയിട്ട് അതെല്ലാം ചെയ്തത് ഈ ഒരു ഫിഷർമാനാണെന്ന് പറഞ്ഞ് പാവം അയാളെയും അയാളുടെ കുടുംബത്തിലുള്ള ആ ഒരു കുഞ്ഞിനെ നീ കൊന്നു എന്നുള്ള രീതിയിൽ ഇപ്പോൾ കുറ്റം മുഴുവൻ നമ്മുടെ ഹീറോയ്ക്കായി. അതേ സമയം തന്നെ അമേരിക്കൻ എംബസിയിൽ ജോലി ചെയ്യുന്ന ഒരാൾ നമ്മുടെ ഹീറോയെ സഹായിക്കാനായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോഴാണ് ഹീറോ പറയുന്നത് ഇനി ഞാൻ ആ ഒരു പോലീസുകാരനോട് സംസാരിക്കത്തില്ല, നിങ്ങളോട് മാത്രമേ സംസാരിക്കത്തുള്ളൂ. അവരെല്ലാം കുറ്റവും എൻ്റെ മേൽക്കാണ് ഇപ്പോൾ അടിച്ചേൽപ്പിക്കുന്നത് എന്നെല്ലാം പറയുമ്പോൾ ആ ഒരാളിപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ നീ എന്ത് പറഞ്ഞിട്ടും അവർ വിശ്വസിക്കാൻ പോകുന്നില്ല. നീ ഇപ്പോൾ ഒരു കുറ്റവാളിയാണ്. അതുകൊണ്ട് നീ പെട്ടെന്നൊരു വക്കീലിനെ കണ്ടുപിടിക്കുന്നതായിരിക്കും നല്ലത്. അതുപോലെ നിന്റെ ഭാര്യയുടെയും കുഞ്ഞിൻ്റെ കാര്യം അത് നീ മറന്നേക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ ഹീറോയ്ക്ക് ഇപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഹീറോ എന്താ ചെയ്തെന്ന് വെച്ചാൽ അങ്ങനെ കിടക്കുന്ന സമയത്ത് അവിടെയുള്ള ആ ഒരു കോൺസ്റ്റബിൾ ഉണ്ടല്ലോ അയാൾ അടുത്തേക്ക് നടന്നു വരുമ്പോഴത്തേക്കും പെട്ടെന്ന് അവൻ്റെ കയ്യിലുള്ള ആ ഒരു തോക്ക് അങ്ങനെ എടുത്തിട്ട് അവരെ ഇടിച്ച് താഴേക്കിട്ട് ഇപ്പോൾ ഈ ഒരു വിലം കഴിക്കാൻ പറയും. അപ്പോൾ അയാളായാലും പേടിച്ച് ആ ഒരു വിലം കഴിക്കുമ്പോൾ ഹീറോ ഈ ഒരു പോലീസുകാരനെ തോക്ക് കാണിച്ച് ആ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി അത്യാവശ്യം ഡ്രസ്സെല്ലാം എടുത്തിട്ട് എൻ്റെ പുറകെ വരരുത് എന്നും പറഞ്ഞ് ഹീറോ ആ ഒരു ഹോസ്പിറ്റലിൽ നിന്നും വെളിയിലേക്ക് ഇറങ്ങി ഇങ്ങനെ ഓടുകയാണ്. അങ്ങനെ വെളിയിലേക്ക് പോകുമ്പോഴത്തേക്കും ഈ ഒരു പോലീസുകാരുണ്ടല്ലോ ഹീറോയുടെ പുറകെ തന്നെ വന്നിട്ട് ഹീറോയെ ഷൂട്ട് ചെയ്ത് പിടിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെയാണ് അയാൾക്ക് എന്തോ ഒരു മനമാറ്റം. ഒരുപക്ഷെ ഇനി ഹീറോ പറയുന്നത് പോലെ ശരിയായിരിക്കും എന്നുള്ള ആ ഒരു ചിന്തയിൽ ഹീറോയെ ഒന്നും ചെയ്യുന്നില്ല. അങ്ങനെ ഹീറോ അവിടെ നിന്ന് രക്ഷപ്പെട്ട് പോവാണ്. ഇപ്പോൾ ഇയാൾക്കാണെങ്കിൽ ഹീറോയെ ജീവനോടെ പിടിക്കണം, ഷൂട്ട് ചെയ്തൊന്നും പിടിക്കാൻ കഴിയത്തില്ല. അങ്ങനെ ഹീറോ അവിടെ നിന്ന് നേരെ തൻ്റെ റൂമിലേക്ക് വന്നിട്ട് ആ ഒരു മുറിവ് ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കും മുറിവിൽ തയ്യലിട്ടിട്ടുണ്ട്. അതും നോക്കി അത് കഴിഞ്ഞിട്ട് ആ ഒരു മുറിവ് കാണാത്ത രീതിയിൽ ഡ്രസ്സെല്ലാം ചെയ്ത് ഒരു തൊപ്പിയെല്ലാം എടുത്ത് വെച്ച് തൻ്റെ കയ്യിലുള്ള ആ ഒരു തോക്കുണ്ടല്ലോ തോക്കിൽ എത്ര ബുള്ളറ്റ് ഉണ്ടെന്നെല്ലാം നോക്കിയിട്ട് അത് കഴിഞ്ഞ് ഇവിടെയുള്ള ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് അവിടേക്ക് വരും. ഇവരാണ് ഈ ഒരു ബോട്ട്, ഈ ഒരു കോസ്റ്റ് ഗാർഡ് ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ്. അവിടേക്ക് വന്ന് ആ ഒരു ഫിഷർമാൻ ഉണ്ടല്ലോ അയാളുടെ ബോട്ട് ഇപ്പോൾ എവിടെയാണെന്ന് ഹീറോ അന്വേഷിക്കുകയാണ്. കാരണം എനിക്കിതുപോലെ മീൻ പിടിക്കാൻ പോകണം, ഈ ഒരു ബോട്ട് എനിക്ക് ആവശ്യമുണ്ട്, അവരിപ്പോൾ എവിടെയാണുള്ളതെന്ന് ഒന്ന് അന്വേഷിച്ച് പറയാൻ പറയുമ്പോൾ ആ ഒരു ഓഫീസർ പറയും ആ ഒരു ഫിഷർമാൻ്റെ പേര് ബോട്ടിൻ്റെ നമ്പർ ഒന്നും ഇല്ലാതെ ഞങ്ങൾക്കത് പറഞ്ഞു തരാൻ കഴിയത്തില്ല എന്ന് പറയുമ്പോൾ ഹീറോ ആ ഒരു ഫിഷർമാൻ്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അയാളുടെ ഫോട്ടോയും ആ ഒരു ബോട്ടിൻ്റെ ഫോട്ടോയും അവിടെ ഉണ്ടായിരുന്നു. അതിൽ ആ ഒരു ബോട്ടിൻ്റെ നമ്പർ ഉണ്ട്, അത് ഹീറോ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ആ ഒരു കാര്യം രണ്ടും ഇവരോട് പറയുമ്പോൾ ഇവരായാലും ആ ഒരു ബോട്ട് കിടക്കുന്ന ലൊക്കേഷൻ ഇങ്ങനെ പറഞ്ഞു കൊടുക്കും. ഇപ്പോൾ എന്തുകൊണ്ടാണ് നമ്മുടെ ഹീറോ ആ ഒരു ബോട്ട് അന്വേഷിക്കുന്നതെന്ന് വെച്ചാൽ ജോർജിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. അവരെങ്കിലും അറിയാലോ ആ ഒരു ദ്വീപ് എവിടെയാണെന്ന്. അങ്ങനെ അത് മനസ്സിലാക്കി ഹീറോ പോകാനായിട്ട് വരുമ്പോൾ ഇവർ പറയും സാർ പിന്നെ വേറൊരു കാര്യമുണ്ട്, ഈ ഒരു ബോട്ടിൻ്റെ ലൊക്കേഷൻ എവിടെയാണെന്നുള്ള ഇന്നലത്തെ ഡീറ്റെയിൽസ് മാത്രമേ ഞങ്ങളുടെ കയ്യിലുള്ളൂ, ഇന്ന് ആ ഒരു ബോട്ട് എവിടെയാണെന്ന് പോലും ഞങ്ങൾക്ക് അറിയത്തില്ല എന്ന് പറയുമ്പോൾ ഹീറോയ്ക്ക് ഇപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ നേരെ വെളിയിലേക്ക് വന്നിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴേക്കാണ് മുന്നിലൂടെ ഒരാൾ ഫോൺ സംസാരിച്ചുകൊണ്ട് പോകുന്നത് കാണുന്നതും ഹീറോ പെട്ടെന്നൊരു കാര്യം ചിന്തിക്കും. എന്താണെന്ന് വെച്ചാൽ ആ ഒരു ഫിഷർമാൻ ഹീറോ പണം അയച്ചപ്പോഴത്തേക്കും ജോർജിനെ വിളിച്ചാണ് ചോദിച്ചിരുന്നത്. അങ്ങനെയാണെങ്കിൽ ഫിഷർമാൻ്റെ ഫോണിൽ ജോർജിൻ്റെ നമ്പർ ഉണ്ട്. അപ്പോൾ ഹീറോ പെട്ടെന്ന് അവിടെയുള്ള ബൂത്തിലേക്ക് വന്ന് അതുവഴി ഈ ഒരു അമേരിക്കൻ എംബസി ഉണ്ടല്ലോ
അയാളെ വിളിച്ചിട്ട് ഇതേപോലെ കാര്യം പറയും. ഇതുപോലെ ജോർജ് എന്ന് പറഞ്ഞ അയാളുടെ നമ്പർ ഈ ഒരു ഫിഷർമാന്റെ ഫോണിലുണ്ട്. അതുപയോഗിച്ച് അവൻ എവിടെയാണെന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ എന്റെ ഭാര്യയും മകനുള്ള ആ ഒരു ദ്വീപ് നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും. അത് എത്രയും പെട്ടെന്ന് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഞാനായിട്ട് വന്ന് സറണ്ടർ ആവാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ ഇങ്ങനെ ചുറ്റി നടക്കും, നിങ്ങൾക്ക് ഒരിക്കലും എന്നെ പിടിക്കാൻ കഴിയത്തില്ല. ഇതിന് സമ്മതിച്ചു കഴിഞ്ഞാൽ ഞാൻ പിടിതരാന്ന് പറയുമ്പോൾ ആ ഒരാളായാലും ഓക്കെ ഞങ്ങളത് ചെയ്യാമെന്ന് പറഞ്ഞ് അതിനുള്ള കാര്യങ്ങൾ ചെയ്യാണ്. അങ്ങനെ കുറേ നേരം കഴിയുമ്പോഴത്തേക്കാണ് ജോർജിനെ കണ്ടുപിടിച്ച് അവരൊരു സ്ഥലത്തേക്ക് കൊണ്ടുവരാമെന്ന് പറഞ്ഞിരുന്നു. ആ ഒരു സ്ഥലത്ത് ഹീറോ വന്ന് നോക്കുമ്പോൾ അവിടെ ജോർജിനെ പിടിച്ചോണ്ട് വന്നിട്ടില്ല. പകരം ആ ഒരു പോലീസുകാരിപ്പോ മഫ്തയില് അവിടെ ഇങ്ങനെ ചുറ്റി നടക്കാണ് നമ്മുടെ ഹീറോയെ പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇത് കണ്ട ഹീറോ നേരെ ആ ഒരു പോലീസുകാരനെ വീണ്ടും വിളിച്ചിട്ട് നിങ്ങൾ എന്താ എന്നെ പറ്റിക്കാൻ ശ്രമിക്കുകയാണോ? ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്നെ പിടിക്കാൻ കഴിയത്തില്ല എന്ന് പറയുമ്പോൾ ആ ഒരു പോലീസുകാരൻ പറയും ഞങ്ങൾ അവനെ വിളിക്കാൻ ശ്രമിച്ചിരുന്നു, പക്ഷെ അവൻ പേടിച്ചിട്ടാണ് ഇരിക്കുന്നത്. കാരണം അവൻ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് ഇപ്പോൾ അവൻ എവിടെയാണെന്ന് പോലും ഞങ്ങൾക്ക് അറിയത്തില്ല. ഒരുപക്ഷെ അവൻ ഈ ഒരു ദ്വീപ് വിട്ട് പോകാനും ചാൻസ് ഉണ്ട് എന്നും കൂടി പറയുമ്പോഴത്തേക്കും ഹീറോയ്ക്ക് ഇപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അങ്ങനെ ഹീറോ കുറേ നേരം അവിടെ നിന്നിട്ട് അടുത്തുള്ളൊരു ബസ്സുണ്ട്, ആ ഒരു ബസ്സിൽ കയറി അങ്ങനെ പോവാണ്. കാരണം ഈ ഒരു പോലീസുകാരൊക്കെ പിടികൊടുക്കാതിരിക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്തല്ലേ പറ്റൂ. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് കാണിക്കുമ്പോൾ ആ ഒരു ബസ്സിന്റെ പുറകിൽ തന്നെ ജോർജ് എന്ന് പറഞ്ഞ അവരിപ്പുണ്ട്. അവൻ ഈ ഒരു ദ്വീപ് വിട്ട് പോകാനായിട്ട് നിൽക്കുമായിരുന്നു. ഇത് കാണുന്നതും ജോർജും ഹീറോയെ കണ്ടു. എന്നിട്ട് അവൻ പെട്ടെന്ന് ബസ്സിന്റെ ബാക്ക് ഡോർ തുറന്ന് ഈ ഒരു ബസ്സിന് ബാക്ക് ഡോർ ഉണ്ട്, അതുവഴി പുറത്തേക്ക് എടുത്ത ഒരു ഒറ്റച്ചാട്ടം. അപ്പോൾ ഹീറോ ആയാലും പെട്ടെന്ന് ബസ്സിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് അവന്റെ പുറകെ ഇങ്ങനെ ഓടാണ്. അങ്ങനെ കുറേ ദൂരം ഓടുമ്പോഴത്തേക്ക് ഹീറോ പുറകെ വന്നിട്ട് പറയുന്നുണ്ട് ഹേ ജോർജ്, ഞാൻ നിന്നെ കൊല്ലാനൊന്നും പോകുന്നില്ല, എന്റെ ഭാര്യയും കുട്ടിയും എവിടെയുണ്ടെന്ന് മാത്രം നീ പറഞ്ഞാൽ മതി, അതെനിക്ക് പറഞ്ഞു തന്നിട്ട് നീ എങ്ങോട്ടോ പോയിക്കോ എന്നിങ്ങനെ പറയുമ്പോൾ അവനായാലും ഇത് കേൾക്കുമ്പോഴത്തേക്കാണ് സമാധാനമാവുന്നത്. കാരണം അവൻ പേടിച്ചത് എന്താണ്, ഹീറോ അവനെ കൊല്ലാൻ വരുവാണെന്നാണ്. അങ്ങനെ അവനായാലും ഒരിടത്ത് നിന്ന് ഓക്കെ പറഞ്ഞുതരാമെന്നും പറഞ്ഞ് തിരിച്ചു നടക്കുന്നതും പെട്ടെന്നൊരു വണ്ടി വന്ന് ജോർജിന്റെ ഒരു ഒറ്റ ഇടി കൊണ്ട് ജോർജ് താഴേക്ക് വീഴുമ്പോൾ ഹീറോ ഓടി അടുത്തേക്ക് ചെന്നിട്ട് അവനോട് ചോദിക്കുന്നുണ്ട് അവൻ മരിക്കുന്നതിന് മുന്നേ തന്നെ ആ ഒരു സ്ഥലം അറിയണമല്ലോ. അങ്ങനെ ചോദിക്കുമ്പോഴത്തേക്ക് അവന് മിണ്ടാൻ കഴിയുന്നില്ല. അപ്പോൾ ഹീറോ തന്റെ കയ്യിലുള്ള ആ ഒരു മാപ്പ് അതെടുത്ത് അവനോട് കാണിച്ചിട്ട് ഇതിലെവിടെയാണ് എൻ്റെ ഭാര്യയും കുട്ടിയെന്ന് ചോദിക്കുമ്പോൾ ജോർജ് അങ്ങനെ പതിയെ ആ ഒരു കൈ വെച്ച് ഇങ്ങനെ കാണിച്ചു കൊടുക്കും. അങ്ങനെ അത് മനസ്സിലാക്കുന്നതും ജോർജിനെ ഇടിച്ച ആ ഒരു ട്രക്കുകാരൻ്റെ ട്രക്കിൽ തന്നെ ജോർജിനെ കയറ്റിയിട്ട് ഇവനെതിരെ ആശുപത്രിയിൽ കൊണ്ടുപോകും, എനിക്ക് എൻ്റെ ഭാര്യനെ കുഞ്ഞിനെ രക്ഷിക്കണം എന്നും പറഞ്ഞ് ആ ഒരു ട്രക്കിൽ ജോർജിനെ പറഞ്ഞുവിടും. അത് കഴിഞ്ഞ് ഹീറോ ഇപ്പോൾ ഓടുകയാണ്. അങ്ങനെ ഓടി അവസാനം ഈ ഒരു ബോട്ടെല്ലാം കിടക്കുന്ന ആ ഒരു സ്ഥലത്തേക്ക് വന്നിട്ട് അവിടെ ഒരു ബോട്ടുകാരനോട് ഈ ഒരു ദ്വീപ് കാണിച്ചു കൊടുത്തിട്ട് ഇപ്പോൾ ഈ ദ്വീപിലേക്ക് എന്നെ കൊണ്ടുപോകാൻ കഴിയുമെന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയും ഇല്ല, ഫ്യൂവലേ ഫിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കുറച്ച് സമയം എടുക്കുമെന്ന് പറയും. അപ്പോൾ അതെന്തായാലും കഴിയത്തില്ല. അങ്ങനെ ഹീറോ അടുത്തൊരു വശത്തേക്ക് ചെല്ലുമ്പോൾ അവിടെ ഒരു മഞ്ഞ ബോട്ടിൽ കുറച്ച് പേര് ഈ സ്ഥലം ചുറ്റിക്കാണാനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ ചെന്ന് അവരോട് ഹീറോ ഇതുപോലെ സഹായം ചോദിക്കും. എന്നെ ഈ ഒരു ദ്വീപിലേക്ക് കൊണ്ടുപോകാനായിട്ട് പറയുമ്പോൾ അവനാണെങ്കിൽ കുറെ പണം ചോദിച്ചേക്കുന്നു. അപ്പോൾ ഹീറോ വെറുതെ ഇരിക്കോ തൻ്റെ കയ്യിലുള്ള ആ ഒരു തോക്കെടുത്ത് മുകളിലേക്ക് 2 തവണ ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്കും ഇവരെല്ലാവരെയൊക്കെ പേടിച്ചു പോയി. എന്നിട്ട് പറയും ഈ ഒരു ബോട്ട് വിട്ട് ഇറങ്ങിക്കോ, ഇല്ലാന്നുണ്ടെങ്കിൽ എല്ലാവരെയും കൊല്ലുമെന്ന് പറയുമ്പോൾ അവരായാലും പേടിച്ച് ഈ ഒരു ബോട്ടിന്റെ വെളിയിലേക്ക് വന്ന് നിൽക്കാണ്. അപ്പോൾ നമ്മുടെ ഹീറോ എന്താ ചെയ്യുന്ന വെച്ചാൽ ആ ഒരു ബോട്ട് എടുത്തിട്ട് അവിടെ നിന്നും നല്ല വേഗതയിൽ ഇങ്ങനെ പോകുന്നു. അതേസമയം തന്നെ ഇവരാണെങ്കിലോ ഈ ഒരു കാര്യം പോലീസിനെ വിളിച്ച് പറഞ്ഞിരുന്നു. അങ്ങനെ ഹീറോ പോകുമ്പോഴത്തേക്കാണ് ഹീറോയുടെ പുറകെ തന്നെ പോലീസുകാരും ഉണ്ട്. അവരാണെങ്കിൽ ഇപ്പോൾ ഹീറോയോട് മൈക്കിലൂടെ വിളിച്ച് പറയുന്നുണ്ട് നിങ്ങൾ ബോട്ട് നിർത്തിയില്ലാന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഷൂട്ട് ചെയ്യും എന്നെല്ലാം പറയുന്നുണ്ടെങ്കിൽ ഹീറോ നിർത്തുന്നില്ല. ആ ഒരു സമയത്ത് ഈ ഒരു പോലീസുകാർക്ക് ഇപ്പോൾ വേറെ വഴിയില്ലാതെ അവരും ഹീറോയുടെ ബോട്ടിലേക്ക് ഷൂട്ട് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഹീറോ എന്താ ചെയ്യുന്നത് വെച്ചാൽ ആ ഒരു ബോട്ട് ഓടിച്ചുകൊണ്ട് തന്നെ ആ ഒരു ബോട്ടിൽ ഇങ്ങനെ കിടക്കാണ്. അതുപോലെ ഇത് രണ്ടും ഒരേ സ്പീഡിൽ പോകുന്നത് കൊണ്ട് ഈ ഒരു പോലീസുകാർ പെട്ടെന്ന് എന്തായാലും ഹീറോയുടെ അടുത്തേക്ക് വരും. അപ്പോഴേക്കാണ് ഹീറോ നോക്കുമ്പോൾ ഈ ഒരു ബോട്ടിന് എക്സ്ട്രാ കുറച്ചുകൂടി പവർ കിട്ടുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അത് പിടിച്ചിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുന്നതും ജെറ്റ് വേഗത്തിൽ ഈ ഒരു ബോട്ട് നല്ല വേഗത്തിൽ പോകുമ്പോഴത്തേക്കും ഈ ഒരു പോലീസുകാർക്ക് ഈ ഒരു ബോട്ട് ചേസ് ചെയ്ത് പുറകെ വരാൻ കഴിയത്തില്ല. ഹീറോയെ മിസ്സായിപ്പോയി. അങ്ങനെ ഹീറോ ആയാലും ഒരു വിധത്തിൽ ഇവർ ആ ഒരു ദ്വീപ് കണ്ടുപിടിച്ചു. ഇപ്പോൾ അവന്റെ ഭാര്യയും മകനും അവിടെ തന്നെ കിടപ്പുണ്ട്. ഓടി അടുത്തേക്ക് ചെന്നിട്ട് ഭാര്യയെ പിടിച്ച് നോക്കുമ്പോഴത്തേക്കും അവൾക്ക് ശ്വാസമുണ്ട്, പക്ഷേ അവന്റെ മകനാണെങ്കിൽ ശ്വാസമില്ലാതെ കിടക്കുന്നു. എന്ത് ചെയ്യുന്ന ആലോചിച്ചിട്ട് ഹീറോ പെട്ടെന്ന് ഈ ഒരു CPR ഇങ്ങനെ കൊടുക്കാണ്. അങ്ങനെ കൊടുത്ത അവസാനം അവനും ജീവൻ തിരിച്ചു വരുന്നുണ്ട്. അങ്ങനെ ഹീറോ എന്താ ചെയ്യുന്ന വെച്ചാൽ തന്റെ മകനെ പൊക്കിയെടുത്ത് ആ ഒരു ബോട്ടിലേക്ക് കൊണ്ടിങ്ങനെ കിടത്തും. അത് കഴിഞ്ഞിട്ട് ഹീറോയിനെ പൊക്കിയെടുക്കാനായിട്ട് വരുമ്പോൾ ഹീറോയുടെ വയറ് മുറിയിട്ടുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ ഒരുപാട് രക്തവും പോകുന്നുണ്ട്. അവനെ കൊണ്ട് കഴിയുന്നില്ല. ഹീറോ ആയാലും പെട്ടെന്ന് അവളെ കൊണ്ട് നേരെ താഴേക്ക് വീണിട്ട് രണ്ടുപേരും ഇങ്ങനെ കിടക്കുമ്പോഴത്തേക്കാണ് ഹീറോ ഈ ഒരു പോലീസുകാരെ വെട്ടിച്ച് വന്നതുകൊണ്ട് തന്നെ അവർ ഹെലികോപ്റ്ററിൽ ഹീറോയെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർ വരുമ്പോഴത്തേക്കും ഹീറോ പറഞ്ഞതുപോലെ തന്നെയാണ് അവന്റെ ഭാര്യയും മകനും ഈ ഒരു ദ്വീപിൽ തന്നെ കിടപ്പുണ്ടായിരുന്നു എന്നുള്ള കാര്യം അവർക്ക് മനസ്സിലായി. അതോടെ ഈ ഒരു മൂവിയും ഇവിടെ വെച്ച് അവസാനിക്കുന്നു. അപ്പോൾ എന്തായാലും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയ നമ്മുടെ ജോർജിലൂടെ ഇവർ സത്യങ്ങളെല്ലാം മനസ്സിലാക്കും. അതുകൊണ്ട് തന്നെ ഹീറോ നിരപരാധിയാണ്, തന്റെ കുടുംബത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യങ്ങൾ ചെയ്തത് എന്നുള്ള രീതിയിൽ ഹീറോയെ എന്തായാലും വെറുതെ വിടാൻ പോകുന്നുണ്ട് എന്നുകൂടി നമുക്ക് എന്തായാലും മനസ്സിലാക്കാം. അതുകൊണ്ട് നിങ്ങൾ ആരും വിഷമിക്കേണ്ട, ഹീറോയ്ക്കും ഫാമിലിക്കും ഒരു കുഴപ്പവും സംഭവിക്കത്തില്ല.
അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു നല്ല മൂവിയായിട്ട് കാണാം. അതുവരെയും ബൈ.